ഈവനിങ് എവരിവൺ. എല്ലാവർക്കും നമസ്കാരം. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെ സംതൃപ്തിയോടും കൂടിയുള്ള ദിവസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാ ദിവസവും കുറേ കാര്യങ്ങൾ പഠിച്ചു പോകാൻ നമ്മളല്ലേ പുതിയ പുതിയ ടെക്നിക്കൽ പഠിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ ജീവിതത്തെ മാറ്റപ്പെടുത്താൻ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ചോദ്യം ഇതാണ്, എന്ത് മാറ്റമാണ് ഇത്രയും ദിവസത്തിനകത്ത് നമ്മൾ നേടിയത്? എന്ത് മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു? ഇത് പ്രധാനമായിട്ടൊന്ന് അവലോകനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളൊന്ന് അവലോകനം ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. കാരണം അറിവ് നമുക്ക് എവിടെ പോയാലും എടുക്കാൻ പറ്റും. ഒരു പേപ്പർ കട്ടിങ് കിട്ടിയാലും അറിവ് സമ്പാദിക്കാം. ഒരു പുസ്തകം വാങ്ങിച്ചാലും അറിവ് സമ്പാദിക്കാം. ലെഫ്റ്റും റൈറ്റും ഏത് വെച്ചാലും ചതുരങ്ങൾ എന്താ പറയാ, പണമൊഴുക്കുന്ന ചതുരങ്ങളോ എങ്ങനെ എടുത്താലും അറിവുകൾ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ അറിവുകൾ നമ്മൾ എപ്പോഴാണോ മറ്റൊരു രീതിയിലേക്ക് പാകപ്പെടുത്തി എഴുതി വായിച്ച് മനസ്സിലാക്കി, അല്ലെ, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമായിരുന്നു. അപ്പോ അതിനെ നമ്മുടേതായ രീതിയിൽ മാറ്റപ്പെടുത്തി എടുക്കുമ്പോൾ മാത്രമേ അതുകൊണ്ട് ഗുണകരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവുണ്ടാകുന്നിടത്താണ് നമ്മൾ വിജയം. ഞാൻ കുറച്ച് 4-5 ദിവസമായി വളരെ ഗഹനമായി ഇങ്ങനെ ആലോചിച്ചു. കാരണം ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിലും ജേർണി ടു ഹാപ്പിനെസിന്റെ ക്ലാസ്സിലും അതുപോലെ തന്നെ അതിന്റെ ചെറിയ വേർഷനായ ക്ലാസ്സിലുമൊക്കെ ഏകദേശം ഇപ്പോ 4-5 മാസം കൊണ്ട് ഏകദേശം 2000-ൽ പരം ആൾക്കാരോട് പങ്കെടുത്തു. മണി മാനിഫെസ്റ്റേഷനിൽ, അതുപോലെ തന്നെ സോൾ മാനിഫെസ്റ്റേഷൻ, ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ, ഇതൊക്കെ, അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്, ഇതൊക്കെ കൂടി ഏകദേശം നമ്മളൊരു 3-4,000-ലധികം ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തു പോയി. എത്ര പേർക്ക് കൃത്യമായി മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ എത്ര പേര് ഇതിന്റെ കൺസിസ്റ്റൻസി ഓഫ് ആക്ഷൻ എടുത്തു എന്നുള്ള ഒരു വിശകലനം നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഇന്ന് രാജീവേട്ടന്മാരൊക്കെ രാവിലെ പറഞ്ഞ പോലെ ചില ആൾക്ക് വലിയ മിറാക്കിളുകളും ചില ആൾക്ക് ചെറിയ മിറാക്കിളുകളും മറ്റു ചില ആൾക്കാർക്ക് ഒരു മിറാക്കിളും സംഭവിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ എന്തുകൊണ്ട് ആ ചില ആൾക്ക് ചെറുത് കിട്ടിയവരൊക്കെ കിട്ടിയല്ലോ എന്നുള്ള സമാധാനിക്കാം, വലുത് കിട്ടിയവർക്ക് സന്തോഷം, അവർ അത്രയും ആഗ്രഹിച്ചു അത്രയും കിട്ടി. അവരെ ഞാൻ മാറ്റി നിർത്തും. അവർ അടുത്ത തലങ്ങളിലേക്ക്, അതിനേക്കാൾ വലിയത് നേടാനുള്ള തലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബിസിനസ് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയത്. ഈ ചെറുത് കിട്ടിയവരും കിട്ടാത്തവരുടെയും യഥാർത്ഥ വിഷയം എന്താണ്, അവരെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക? യഥാർത്ഥത്തിൽ അതിനാണ് ആ ക്ലാസ്സിനെ അതിനെ പറ്റിയിട്ട് കാര്യമായ ചിന്തയിലായിരുന്നു ആക്ച്വലി ഈ 3-4 ദിവസമായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ചിലപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു അപൂർണതയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നതിൽ തന്നെ എനിക്കൊരു പൂർണ്ണതയില്ലാത്ത അവസ്ഥയൊക്കെയായിരുന്നു. കാരണം അത്രയും ഇരുന്ന് വൈഫ് ചോദിക്കും, എന്താ നിങ്ങൾ ചെയ്യുന്നു? ഒരു ആക്ടിവിറ്റി വീട്ടിൽ നടക്കണില്ല. എഴുന്നേക്കുന്നു, ഇരിക്കുന്നു, ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നു, എഴുതുന്നു, പിന്നെയും ഇരിക്കുന്നു. ജിമ്മിൽ പോയപ്പോ ജിമ്മിലെ ആള് പറഞ്ഞു, സാറ് എന്ത് ചെയ്യുന്നത്? സാർ ഇവിടെ ഒന്നും അല്ലല്ലോ, ജിമ്മ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചിന്ത ഇവിടെ ഒന്നുമില്ല. ഓഫീസിൽ ഇത് തന്നെ ചോദിച്ച ആൾക്കാർ, സാർ ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഞാൻ പുസ്തകം എടുത്ത് വായിക്കുന്നുമില്ല, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആക്ച്വലി അത് പറയാനാണ് ഞാൻ പ്രത്യേകിച്ച് വരാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങള് നിങ്ങൾ കുറെ ആൾക്കാരുടെ ഇടയിലൂടെ കടന്നുപോയി. അതായത് എല്ലാ തരത്തിലും, എന്ന് വെച്ചാൽ എങ്ങനെ പറയാത്ത ഏത് വാക്ക് ഉപയോഗിക്കാന്നറിയില്ല, വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളുണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആക്ഷൻ എടുക്കാൻ തയ്യാറായ ആൾക്കാരുണ്ട്, പക്ഷെ കണക്ട് ആയി കിട്ടുന്നില്ല. എനർജി ഉണ്ടാക്കാൻ തയ്യാറാണ്, പക്ഷെ എവിടെന്നോ ഈ സാധനം പിടിച്ച് നിർത്തുകയാണ്. ഒരു ദിവസം എല്ലാം ചെയ്യും, പിറ്റേ ദിവസം പറ്റില്ല. ഇതിങ്ങനെ ഓരോ ആൾക്കാർ, ഞാനിപ്പോ എന്റെ മെന്റർഷിപ്പിൽ തന്നെ 10-15 പേര് മെന്റർഷിപ്പിലുണ്ട്. അവർക്കൊക്കെ അമേസിംഗ് ആയ ചേഞ്ചസ് വരുത്താൻ പറ്റും ചെറിയ ചെറിയ ട്യൂണിങ്ങിലൂടെ. അപ്പൊ ഞാനിന്ന് ആലോചിച്ചത് എങ്ങനെ സാധാരണക്കാരന് ഇത് ചെയ്യാൻ പറ്റും എന്നതിനെ ആലോചിച്ച് ഇപ്പോ ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾ ക്ഷമിക്കണം. കാരണം തിരുവനന്തപുരം പ്രോഗ്രാം ആദ്യം പ്ലാൻ ചെയ്ത മെത്തേഡ് അല്ല എനിക്ക് നാളെ വരാൻ പോകുന്നത്. ഈ ഒരു സംഭവത്തെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മാറ്റി തിരുവനന്തപുരം പ്രോഗ്രാം കംപ്ലീറ്റ് ആ രീതിയിലേക്ക് മാറ്റപ്പെടുത്താണ്. കാരണം ആർക്കാണ് സാധിക്കാത്തത് അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമിലേക്കായിട്ട് അതിനെ തിരിച്ചു മാറ്റുവാനാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ഓഡീഷൻ ആണെന്ന മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ ആദ്യം വിചാരിച്ച മൈൻഡ് സെറ്റിൽ നിന്നും ഏറ്റവും എന്താ പറയാ, ഇവിടെ കിടക്കുന്നിടത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും എന്നതിനെ പറ്റി ഗഹനമായി ചിന്തിച്ചു. ഇന്നിപ്പോ സത്യം പറയാം, ഇപ്പൊ ഞാനിപ്പോ ലേറ്റ് ആയിട്ട് വന്നതും അതിൽ തന്നെയായിരുന്നു. അവസാനത്തെ മിനുക്ക് പണിയും കൂടി ചെയ്ത് മകന്റെ കംപ്ലീറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തവരോട് ഇതിന്റെ PPT ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു. മകൻ അവിടെ റൂമിൽ പോയിരുന്നു, ഇപ്പൊ പെൻഡ്രൈവിൽ എടുത്ത് കൊടുത്താണ്. അവനൊരു PPT ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ കംപ്ലീറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല, മലയാളത്തിൽ ഏറ്റവും ലളിതമായ ഫോർമുല ചെയ്തുകൊണ്ട് എങ്ങനെ ഇവരെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും എന്നതിനെ പറ്റി കംപ്ലീറ്റ് പ്ലാൻ തയ്യാറ്. അതാണ് എനിക്ക് തിരുവനന്തപുരത്ത് മറ്റേ സംഭവിക്കാൻ പോകുന്നത്. അത് വളരെ കൃത്യമായി തന്നെ എനിക്ക് അത്രയും എന്റെ എപ്പോഴുള്ള ആഗ്രഹമാണ്. ഏറ്റവും എന്താ പറയാ,
അതിന് അർഹരായ ആൾക്കാർ, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ പ്രഖ്യാപിത നയം. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ഇത്രയും ചെറിയ പേയ്മെന്റിലേക്ക് പോകുന്നത്. കാരണം അറിയാം, ഇത് വളരെ എന്നെ സംബന്ധിച്ച് ഇത്രയും സമയമെടുത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ്, നമ്മുടെ അഡ്മിന്മാരൊക്കെ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് നമ്മൾ എടുക്കുന്ന ചാർജ് വളരെ കുറവെന്ന് നമുക്കറിയാം, ഏറ്റവും കുറഞ്ഞില്ല. പക്ഷേ ഇത് അത്രയും ആൾക്കാരിൽ എത്തട്ടെ എന്ന്. പക്ഷെ ചില സമയത്ത് ആൾക്കാർ ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് അവര് ഒന്നുകൂടി ഞങ്ങൾ ശ്രമിക്കാൻ പോവുകയാണ് വീണ്ടും ഇതാക്കാനായിട്ട്. അപ്പൊ അതിന്റെ കാര്യത്തിൽ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യുക. നമുക്ക് അമ്പേച്ചിട്ട് ചെറിയൊരു പാട്ടിന് കൂടി കേട്ടിട്ട് ഒന്ന് സന്തോഷത്തിലായിട്ട് നമുക്ക് അതിലെ കാര്യങ്ങൾ, കാരണം ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് നിങ്ങളൊക്കെ ട്രിഗർ ചെയ്യുന്ന ചില സത്യങ്ങളാണ്. ആ സത്യങ്ങൾ കേൾക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ, ചേട്ടാ ഇത് എന്നെ തന്നെയാണോ, സാർ ഉദ്ദേശിച്ചത് എന്നെയാണോ എന്നുള്ള തോന്നാതിരിക്കാൻ ആദ്യം ഒന്ന് പാട്ട് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. റെഡി അമ്പേച്ചി? അവിടെ റെഡിയാണോ? സൗണ്ട് ഓക്കെ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. നാദാത്മികേ ആ മൂകാംബികേ ആദിപരാശക്തി നീ. നാദാത്മികേ ദേവി മൂകാംബികേ ആദിപരാശക്തി നീ. അഴലിന്റെ ഇരുൾ വന്നു മൂടുന്ന വീടുകളിൽ നിറകതിർ നീ ചൊരിയൂ ദേവി സൂര്യോദയം തീർക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. വിദ്യാവിലാസിനി വരവർണ്ണിനി ശിവകാമേശ്വരി ജനനി. വിദ്യാവിലാസിനി വരവർണ്ണിനി ശിവകാമേശ്വരി ജനനി. ഒരു ദുഃഖ ബിന്ദുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ. ഹൃദയം സൗപർണികയാക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. താങ്ക് യു. ഒന്നും പറയുന്നില്ല, എനിക്ക് വാക്കുകളില്ല. ഓക്കെ, ഒന്നുകൂടി ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ വരുന്നില്ല, അകത്ത് വരാനുള്ള സാധനം വരുന്നില്ല. കാരണം ഞാൻ തുടങ്ങുമ്പോ, ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളക്കെത്തിക്കാൻ സമയം കിട്ടിയില്ല, വന്ന ലേറ്റ് ആയിട്ട്. അപ്പൊ അവിടെ കയറി അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഈ സൂം ഓപ്പൺ ചെയ്തത്. എല്ലാ ദിവസവും അതെ, ഇന്ന് ജസ്റ്റ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഇന്ന് പുതിയൊരു ക്ലാസ്സിനെ പറ്റി പറയാൻ പോവുകയാണ്. അപ്പൊ അമ്മയെ അനുഗ്രഹിക്കണം. എപ്പോഴും ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ദേവിയുടെ പ്രാർത്ഥന ഇല്ലാത്ത ഒന്നും തുടങ്ങാറില്ല. ഇവൻ ഞാൻ പുസ്തകം എഴുതുമ്പോൾ അടക്കം ആദ്യം പോയി അവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനും ക്ലാസ്സിനെയും തിരുവനന്തപുരത്തെ കാര്യവും ഒക്കെ പറയണം എന്ന് ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങി. അത് ഇവിടെ വന്നപ്പോ അതേ കീർത്തനം കൂടി വന്നപ്പോ ചിലപ്പോ നമ്മൾ
നമ്മൾ ചിന്തിക്കുന്നതാണോ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനും കുറച്ചും കൂടി ഡീപ്പിലേക്ക് ഇനിയും ആഴ്ന്നിറങ്ങേണ്ടി വരും എന്റെ സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു തോന്നൽ. ഓരോ ദിവസവും അങ്ങനെയൊക്കെയാണ് എനിക്ക് വരുന്ന അനുഭവങ്ങൾ. ഒരാൾ വന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കും. ഭക്തി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണല്ലേ. ഓക്കെ, ജസ്റ്റ് കമോൺ പോട്ടെ. അടുത്ത ഒന്നും കൂടി ഒരെണ്ണം കൂടി കേൾക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി. ഇത് പറ്റുമെങ്കിൽ ഒന്നുകൂടി. എനിക്കിങ്ങനെ രോമമൊക്കെ എഴുന്നേറ്റ് ചില മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്. വൈബ്രേറ്റ് ചെയ്യും ബോഡി ചില സമയത്ത്. അതുപോലെയൊക്കെയാണ്. ശരി, കുറച്ച് കഴിഞ്ഞിട്ട് പാടാം അല്ലെ? കുറച്ച് കഴിഞ്ഞിട്ട് പാടാം. ഓക്കെ, ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഉണ്ടാവും. ഇതാണല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം. ഇതല്ലേ നമ്മുടെ ആനന്ദാനുഭൂതി എന്നൊക്കെ പറയുന്ന സംഭവം അല്ലെ? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ അനുഭവിക്കുക ചില സമയത്ത്. ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആരാധന, നമ്മുടെ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ചില സമയത്ത് നമ്മുടെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇതിനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് സംഗീതത്തിന് അതിന് വലിയ കഴിവുണ്ട്. അപ്പോ നമ്മളിപ്പോഴും പറയുന്നു, നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് തന്നെയാണ് സത്യത്തിൽ നിൽക്കുന്നത്. നിങ്ങളിപ്പോ ഇവിടെ വന്നവർ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ലെങ്കിൽ, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഒന്നും സംഭവിച്ചില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങളുടെ ചിന്തയിൽ ഉള്ളവർക്ക് മാത്രമേ ഇതിന്റെ ഫീലിങ്സ് അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവരെ അനുഭവിക്കാൻ പറ്റില്ല. അത് അത്രയും അനുഗ്രഹീതമായ ശബ്ദവും അനുഗ്രഹീതമായ കാര്യങ്ങളൊക്കെ. ഇരുവേ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കുന്നു? ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കണം, ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ. ഇതിപ്പോ എല്ലാ പബ്ലിക് ഗ്രൂപ്പിലും കൊടുത്ത ക്ലാസ് ആണ്. ഏകദേശം ഒരു 4000-5000 പരം ആൾക്കാർ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിലുണ്ടാവും. എന്തുകൊണ്ട് 200 ആൾ മാത്രം നമ്മുടെ ലൈവിൽ സെഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതിന്റെയൊക്കെ ഒരു മറ്റൊരു ഭാഗമാണ്. അപ്പോ ഞാനിത് പറയാൻ പോകുന്ന കാര്യം, എന്തുകൊണ്ട് മാനിഫെസ്റ്റേഷൻ പലർക്കും സംഭവിക്കുന്നില്ല. ഇതറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ക്ലാസ് എടുത്തതാണ്. ഇതിന് പ്രതിവിധി എന്താണ്? എങ്ങനെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കൂടുതൽ ഫലപ്രദമായി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം. കൈവക്കാൻ പറ്റില്ലല്ലോ ഇവിടെ അല്ലെ? ക്ലാസ്സിലാണ് കൈവക്കുന്ന അറിയാം, നമ്മൾ കൈവക്കാൻ പറയാൻ പറ്റില്ല. യെസ്, എടുത്തോളൂ. ക്യാപ്സൂൾ മറക്കണ്ട, ടൈപ്പ് ചെയ്തോളൂ. ക്യാപ്സൂൾ ഇന്നലെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ക്യാപ്സൂളുകൾ പറയാൻ മറന്നുപോയി. അതിന്റെ ക്യാപ്സൂളിന്റെ ഭാഗം കട്ടായി പോയതുകൊണ്ട് ഇന്ന് യൂട്യൂബിന്റെ കമന്റ് വളരെ കുറവാണ്. ആകെ 3500 ആൾക്കാർ കണ്ടപ്പോൾ 95 കമന്റേ ഉള്ളൂ. ആൾക്കാർ കമന്റ് ചെയ്യാൻ ഓപ്ഷൻസ് അവിടെ കൊടുത്തില്ല. അപ്പൊ നമ്മളിത് ഇടയ്ക്ക് അതിനുള്ള സാധനം വേണം, എന്നാലും ആൾക്കാർക്ക് ഒരു ത്രില്ല് ഉണ്ടാവും. അപ്പൊ ഹാപ്പി റെഡി ആയിക്കോ, ഇന്ന് തന്നെ പെട്ടെന്ന് മാറ്റണ്ട. യെസ് 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 പറയട്ടെ, എല്ലാവരും പറയട്ടെ. ആരും രണ്ട് കാര്യങ്ങളാണ് ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ, രണ്ട് കാര്യങ്ങളാണ് ഹാപ്പിനെസ് മാസ്റ്ററി ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾ പഠിക്കുക. ഒന്നാ ഒരു വാക്ക് ഇപ്പൊ നിങ്ങൾ ഇരുന്നത്. രണ്ടാമത്തെ വാക്ക് എന്താണെന്ന് അറിയോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. ആദ്യം ടൈപ്പ് ചെയ്ത ആൾ ഹാപ്പി ആൻഡ് റെഡി എന്ന് പറഞ്ഞ ആൾക്കാർ രണ്ടാമത്തെ വാക്കും കൂടി ടൈപ്പ് ചെയ്തേ. ഇത് ഇതെല്ലാവർക്കും എന്താ പറയാ, അഫർമേഷന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ആ വാക്ക്. എന്തോ ഒരു വാക്കുണ്ടല്ലോ, കാശ് കൊടുത്താൽ എന്ത് ആ സാധനം എന്റെ അടുത്ത് വാങ്ങിക്കാൻ പറ്റും. ആ സാധനത്തിന്റെ പേര് ലക്ഷ്യമൊന്നുമല്ല. എപ്പോഴും ഞാൻ പറയും, ഞാൻ എന്റെ ഏത് വോയിസ് കേൾക്കുമ്പോഴും ആദ്യം അതുണ്ടാവും. യെസ്, നല്ല എന്റെ പ്രഥമ ശിഷ്യന്മാരൊക്കെ ആ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അത് ഞാൻ പറഞ്ഞപ്പോഴേക്കുന്നത് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും, അത് മാത്രമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതും എപ്പോഴും സന്തോഷത്തോടു കൂടി തയ്യാറായി നിൽക്കുക. അതായത് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളോട് നിൽക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. യാതൊരു ഇതില്ല. ഉദാഹരണങ്ങൾ പല രീതിയിലും നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് ചിന്തിച്ചു കഴിഞ്ഞാൽ ലഭിക്കും, വേണ്ടാത്ത ചിന്തിച്ചാൽ ലഭിക്കും. രണ്ടും സംഭവിക്കും. എന്ന് തന്നെ കുറെ ആൾക്ക് ഉദാഹരണം ഉണ്ടല്ലേ. എന്താണോ നമ്മൾ വിചാരിച്ചത്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ വളരെ സീരിയസ് ആയി പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ വരുന്നവരോട് പറയാനുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജേർണി ടു ഹാപ്പിനെസ്സിൽ പങ്കെടുക്കുന്നവരും മെഡിറ്റേഷനിലും പങ്കെടുക്കുന്നവരോട് എന്നും ഞാൻ പറയാറുണ്ട്, നോക്കൂ, ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇന്നലെ വരെ എന്തായിരുന്നു എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തുടങ്ങി അത് നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങളിലേക്ക് അത് ആവാഹിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ, നമ്മളിവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആത്മാവിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അന്തരാത്മാവിലേക്ക് ഇത് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചിന്തിച്ചാലും അത് മുഴുവൻ സംഭവിച്ചോളെ. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും അത് മുഴുവൻ സംഭവിച്ചോളെ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് രണ്ട് രീതിയിൽ എഫക്റ്റ് ആണ്. നിങ്ങൾ ഒന്നിനെ പറ്റി മോശമായി ചിന്തിച്ചോ, അത് സംഭവിക്കുകയും ചെയ്യും. നിങ്ങൾ ഒന്നിനെ പറ്റി നല്ലത് ചിന്തിച്ചോ, അതും സംഭവിക്കും.
അത് എങ്ങനെ വരുന്നു എന്നൊന്നും നിങ്ങൾ നോക്കരുത്. ഇതാണ് ഈ പ്രോസസ്സിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ഉദാഹരണം നോക്കിക്കാലോ. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ധൈര്യമുള്ളവർ ആലോചിച്ചോ, ഈ നെറ്റ് കട്ടാവുന്നതായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചോ, എന്റെ നെറ്റ് ഒന്ന് കട്ടായി പോട്ടെ എന്ന് ആഗ്രഹിച്ചോ, നിങ്ങൾ ഈ ഗ്രൂപ്പിൽ എക്സിറ്റ് ചെയ്ത് പോകുന്ന കാണാം. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ എടുത്തു. ആത്മാർത്ഥമായിട്ട് അതൊന്നും ആലോചിച്ചോ, എന്റെ നെറ്റ് ഒന്ന് കട്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിച്ചോ, നിമിഷം നേരം കൊണ്ട് നിങ്ങൾക്ക് കൊടുത്ത് കട്ടാവും. ഈ പ്രോസസ്സിൽ കടന്നുപോയോ? ഇത് വളരെ ശ്രദ്ധിക്കണം. അത് ഒരു സെർട്ടൻ ടൈം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ജസ്റ്റ് ടെസ്റ്റിംഗ് നടത്തും. ആർ യു റെഡി എന്നൊരു ടെസ്റ്റ് നടത്തും. ഇന്ന് രാവിലെ ശ്രീവല്ലി പറഞ്ഞ ഒരു ഉദാഹരണം കേട്ടില്ലേ? ചെറിയൊരു ആക്സിഡന്റ് ആവാം, ചെറിയൊരു ടെസ്റ്റിംഗ് ആവാം. ആ ടെസ്റ്റ് പോയിന്റ് നിങ്ങൾ പാസ് ആകുന്നു എന്ന് യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്യും. അവിടെ ഫെയിൽ ആയാൽ വീണ്ടും തിരിച്ചു പോയി വരാൻ പറയും. ആയിട്ടില്ല, നീ ആയിട്ടില്ല എന്ന് പറയും. നമ്മൾ വിചാരിക്കും ആയിട്ടുണ്ട്, ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഇതൊക്കെ പഠിച്ച് മാറ്റപ്പെടുത്തി ഒക്കെ ആയി എന്ന് വിചാരിക്കും. ഇല്ല, അവിടെ ഫെയിൽ ആയാൽ തിരിച്ചു പോകാൻ പറയും. വീണ്ടും ചെയ്തിട്ട് വരാം. പ്രോസസ് കടന്നു പോകും. വീണ്ടും ഒരു ടെസ്റ്റ് പോയിന്റ് ഇടും. അങ്ങനെ 1, 2, 3, 4 ടെസ്റ്റ് പോയിന്റുകൾ കടന്നു പോകുമ്പോൾ നാലാമത്തെ, അഞ്ചാമത്തെ കടന്ന് 7ലേക്ക് എത്തിയാൽ പിന്നെ നിങ്ങൾ എൻലൈറ്റ്മെന്റ്, പിന്നെ ഒന്നുമില്ല. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചോ അതൊക്കെ നടന്നിരിക്കും. ഈ ടെസ്റ്റ് പോയിന്റുകൾ കടന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതിന്റെ പ്രോസസ് ഇങ്ങനെയാണ് വർക്ക്. ഇതൊന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. പലർക്കും അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേണ്ട. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞാനത് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ, എന്താ സാറേ സംഭവിക്കുന്ന ചോദ്യം വരും. ഇനി ആ ചോദ്യം വേണ്ട. അത് വരുമ്പോ മനസ്സിലാക്കുക, ഐ ഗോട്ട് 1 ടെസ്റ്റ് പേപ്പർ. ആദ്യത്തെ പരീക്ഷ വന്നിരിക്കുന്നു, നന്നായി എഴുതി പാസ്സാവുക. എന്നിട്ട് സ്കോളർഷിപ്പോട് കൂടി അടുത്ത പരിപാടിക്ക് പോവുക. അവിടെയും പാസ്സായി അല്ലെ? ഓരോ വർഷം പരീക്ഷ നടത്തുമല്ലേ? ഈ കുമാർ സാറൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് ഓരോ ദിവസം പരീക്ഷ ചെയ്യുന്നു അല്ലെ? ഇപ്പൊ ടീച്ചർമാരൊക്കെ എല്ലാ ദിവസവും പരീക്ഷ നടത്തും. അതുപോലെ യൂണിവേഴ്സ് നമ്മളൊരു പരീക്ഷ നടത്തും. സ്വാഭാവികം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, പ്രക്രിയ സ്വാഭാവികം. പറഞ്ഞു വന്നത് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് അറിയുക. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല? അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അതിന് എങ്ങനെയാണ് നമ്മൾ കടന്നു പോകുന്നത്, എങ്ങനെ അതിനെ നമുക്ക് തിരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട്. ഇതിൽ എന്തുകൊണ്ട് ഞാൻ അതിനെ ഡീറ്റെയിൽസ് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. കാരണം നിരന്തരമായി വിലയിരുത്തൽ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് 1 പോയിന്റ് 2 പോയിന്റ് പറഞ്ഞാൽ മനസ്സിലാക്കി എടുക്കുന്ന ഒരു അവസ്ഥയല്ല അത്. എന്ന് വെച്ചാൽ ഞാൻ ആ വാക്ക് ഒന്നുകൂടി ഉപയോഗിക്കുന്നു. 1, 2 പോയിന്റുകൾ പറഞ്ഞു തന്നിട്ട് അറിവ് സമ്പാദിച്ചുകൊണ്ട് മാറ്റപ്പെടുത്തേണ്ട അവസ്ഥയല്ല ഇത്. അനുഭവിച്ച് മാറ്റപ്പെടുത്തേണ്ട അവസ്ഥയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് അറിയാലോ. ഒന്ന്, നമ്മൾ തിയറി വായിച്ചിട്ട് മനസ്സിലാക്കാം, റെഡിയാണെന്ന് പറയും. പക്ഷെ ഈ ബ്ലോക്കേജുകൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുഭവത്തിലൂടെ മാറ്റിയെടുക്കേണ്ടതാണ്. അതിനാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് 20 ഡേയ്സിന്റെ കണ്ടിന്യൂസ് പ്രാക്ടീസ്. അപ്പൊ എല്ലാവരും പറഞ്ഞു എല്ലാം 21 ഡേയ്സ് ആണ് പറഞ്ഞത്, എന്തുകൊണ്ട് സാറി 20 ഡേയ്സ് പറയുന്നു? അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. എന്തുകൊണ്ട് 20 ഡേയ്സ് എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് 21 ഡേയ്സ് അല്ല എന്നുള്ളത്. ഈ പ്രക്രിയയിലൂടെ കടന്നു പോയാൽ ആ പ്രക്രിയയിലൂടെ അതൊരു ദിനചര്യ പോലെ മാറ്റിയാൽ മാത്രമേ സാധിക്കുള്ളൂ. ഇതിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ ചെറിയ വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. മണിയെ പറ്റിയിട്ട് ബോധമുണ്ടാകുന്നില്ല. മണി എന്താണെന്ന് പോലും കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഒരു കാര്യമാണ്, ഞാനിപ്പോ വരുമ്പോൾ തന്നെ കണ്ടിരുന്നു, കമന്റ് ബോക്സിൽ നമ്മുടെ അഡ്മിൻ ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിക്ക ആൾക്കാരും പറഞ്ഞ ഒരു കാര്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. താല്പര്യമുണ്ട് എന്ന്, വരാൻ താല്പര്യമുണ്ട് പക്ഷെ പൈസ ഇല്ല എന്നുള്ള ഒരവസ്ഥ. ഇത് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട് അതിനകത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്? യഥാർത്ഥത്തിൽ പൈസ ഇല്ലാത്തതാണോ വിഷയം, അല്ല മറ്റു ഘടകങ്ങളാണോ? ഇനി കാശിന് എന്താണ് സൊല്യൂഷൻസ്? ഈ കാശ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് കാശ് നമ്മളിലേക്ക് വരുന്നതും എങ്ങനെയാണ് കാശ് നമ്മളിൽ നിന്ന് പോകുന്നത്? എന്താണ് പഴയ കാശ്, എന്താണ് പുതിയ കാശ്? എന്താണ് കാശ് എന്തുകൊണ്ട് കാശ് നമ്മളെ കയ്യിൽ വന്ന കാശ് നിൽക്കുന്നില്ല? എന്തുകൊണ്ട് കാശ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? അതിന് നമ്മൾ ചെയ്യേണ്ട പരിപാടികൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഞാൻ തിരുവനന്തപുരത്ത് വളരെ വിശദമായി പറയാൻ പോകുന്നത്. അത് ഞാൻ ഇവിടെ പറയണ്ടല്ലോ അല്ലെ? കൃത്യമായി സാധാരണക്കാരന് എന്തുകൊണ്ട്, ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നേ ഇല്ല. സാധാരണക്കാരന് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? ഈ വിഷയങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മളെ പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ 20 മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ചക്ര മെഡിറ്റേഷൻ ചെയ്തു, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തു, 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ, 7 സീക്രട്ട് ഓഫ് 7 മിറാക്കിൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തു, 10 മിറാക്കിൾസ് ഓഫ് ലൈഫ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വലിയ കോഴ്സ് ചെയ്തു, ജേർണി ടു ഹാപ്പിനെസ് ചെയ്തു. ഇതെല്ലാം ചെയ്തു വന്നവരുണ്ട്. സ്റ്റിൽ ദേ ആർ ലാഗിങ് സംതിങ്. ഇതിന് പരിഹാരം വേണ്ടേ?
ഇനി എങ്ങോട്ടാ? ഇനി കുറെ ദിവസമായി സാറിന്റെ കൂടെ കൂടിയിട്ട് ഇനി എങ്ങോട്ടാ? ഉണ്ട്, എല്ലാം എനിക്കറിയാം, പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ലൈഫിലേക്ക് വരുന്നില്ല, പുറത്തോട്ട് വരുന്നില്ല. ഇതിനാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾക്ക് ബോധപൂർവം ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അവിടെ ബ്ലോക്കേജ് ഉണ്ട്. അത് ചെറുപ്പകാലത്ത് ഉണ്ടായതാവാം, അല്ലെങ്കിൽ വളർന്നു വന്ന ചുറ്റുപാടിൽ നിന്നുണ്ടാവാതാവാം, വീട്ടിലെ സാഹചര്യങ്ങളിൽ ഉണ്ടായതാവാം, ഭയം കൊണ്ട് ഉണ്ടാവുന്നതാവാം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇത് മാറണമെന്ന് ആഗ്രഹമുണ്ട്, ഭർത്താവിന് സമ്മതമില്ല, ഭർത്താവിന് മാറണമെന്ന് ആഗ്രഹമുണ്ട്, സുഹൃത്തുക്കളുടെ സമ്മതം. ഭാര്യ സമ്മതം പിന്നെ ഭർത്താവ് മേടിക്കില്ലല്ലോ, പൊതുവെ കുറവാണ്. നമ്മൾ ഇതാണല്ലോ, സ്ട്രോങ് ആണല്ലോ, ഭാര്യ സമ്മതം മേടിക്കില്ലല്ലോ. അപ്പൊ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടാകാം, സഹോദരന്മാരുടെ വിഷയങ്ങളുണ്ടാവും, ഇങ്ങനെയെല്ലാം ഉണ്ടാവും. ഇങ്ങനെ വലിയ ഫിയർ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ബോധപൂർവ്വം ഇതിന് പുറത്തു കിടക്കാൻ സാധിക്കും, പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ മെന്റാലിറ്റി അങ്ങനെയാണ്. അവിടെയാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പ്രത്യേകത. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ നമ്മൾ പോലും അറിയില്ല നമ്മളിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ അറിഞ്ഞാലല്ല അയ്യോ പാടില്ല എന്ന് പറയുള്ളൂ. ഇതതില്ല. നമ്മളെ ഹിപ്നോസിസം ചെയ്തിട്ട് ചെയ്യുന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഹിപ്നോട്ടിക് അല്ല, ഹിപ്നോസിസ് ആണ്. അതൊരു പ്രോസസ് ആണ്. ആ പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ടുപോയി ഈ സാധനത്തെ ട്രിഗർ ചെയ്തെടുക്കാം. പക്ഷെ അതിനകത്ത് ഒരേ ഒരു വിഷയമുള്ളത്, നിങ്ങൾ പൂർണ്ണമായി കോപ്പറേറ്റ് ചെയ്യണം. പഠിതാക്കൾ പൂർണ്ണമായും എഗ്രി ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും കിടന്നിട്ട് സാർ ഇത് എനിക്ക് ഫലിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നടക്കില്ല. അങ്ങനെ പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്ത കോഴ്സാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ. കുറെ ടെക്നിക്കുകളൊന്നും പഠിപ്പിക്കില്ല. ടെക്നിക്ക് മുമ്പ് നിങ്ങളെ സ്വയം ഹിപ്നോസിസത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയി ആ ടെക്നിക്കുകളെ അതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് 20 ഡേയ്സ് ചെയ്യുന്നത്. ഇതാണ് ഈ 20 ഡേയ്സ് കൊണ്ട് ചെയ്യുന്ന പ്രോഗ്രാം. കണ്ടിന്യൂസ് ലൈവ് സെഷനാണ്. 20 ഡേയ്സ് ലൈവ് സെഷനാണ് നടത്താൻ പോകുന്നത്. അത് രാത്രി ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരിക്കൽ നമ്മുടെ 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നില്ലെങ്കിൽ 10 ദിവസം ഫെബ്രുവരി 1 തുടങ്ങി ഫെബ്രുവരി 20 വരെയുള്ള കണ്ടിന്യൂസ് പ്രോസസ്സാണ്. വൈകിട്ട് രാത്രി ചിലപ്പോൾ 9 മണിക്കാവാം, അല്ലെങ്കിൽ 10 മണിക്കാവും. നമ്മളെ 7 ചക്രാസിന് എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, 2020 ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 10 മണി തൊട്ട് 11 മണി വരെയുള്ള സമയത്താണ്. അപ്പൊ ഇത് 9 മണി തൊട്ട് 10 മണി ആയിരിക്കും. ഇങ്ങനെയുള്ള സമയത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഒരേ ഒരു വിഷയം, ഒരുപാട് ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കുറച്ച് പേര് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ആൾക്കാരെ ഒന്നിച്ച് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാവണം ഇത് ചെയ്യുന്നത്. അത്ര ആൾക്കാരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോ ആൾക്കാരും 10-200 ഒരുപാട് ആൾക്കാർ വന്നാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ലിമിറ്റഡ് ആയ ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ. ഇതാണ് ഇന്നത്തെ ഈ 20 ഡേയ്സിനെ പറ്റി പറയാനുള്ളത്. കാരണം ഞാനിത് എന്തുകൊണ്ട് ഇതുവരെ ഇങ്ങനെ വിശദമായി ഞാൻ ഒരു ക്ലാസ്സിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇത്രയും കാലത്തുണ്ട്. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസ് അത്രയും വലുതായതുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ ഈ കോഴ്സിനെ പറ്റി തന്നെ പറയുന്നത്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഈ കോഴ്സ് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് കുറെ കാലമായി. ഈ കോഴ്സിന്റെ ഒറിജിനൽ ഫീസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണ് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇത്രയും, അതായത് ആൾക്കാരിൽ എത്തണമെന്നുണ്ട്, അതിന്റെ ഫീസ് ഞാൻ കുറച്ചുകൊണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ മല്ലിക എഴുതി കുട്ടിക്കാല വേദന ഇപ്പോഴും മനസ്സിൽ, യെസ്, അതാണ് ലിബമോൾ പറഞ്ഞ കുട്ടിക്കാല വേദനകൾ ഇപ്പോഴും മനസ്സിൽ കിടക്കും. ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ പറയുന്ന മറ്റു കുറെ കോഴ്സുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എത്ര രൂപ ചാർജ് ചെയ്യേണ്ടി വരുന്നത് ഈ സാധനത്തെ ജസ്റ്റ് എടുക്കാനായിട്ട്. പക്ഷെ ഇവിടെ അതൊന്നും ചാർജ് ചെയ്യുന്നില്ല. ഞാൻ എന്റെ കാശ് ആവട്ടെ എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. 2 ദിവസം മുമ്പ് എനിക്ക് 3000 കിട്ടി. വെരി ഗുഡ്. മല്ലിക അങ്ങനെ തന്നെ ആയിരിക്കണം മിച്ചം. പക്ഷെ 30 മുമ്പേ വരുന്ന വിചാരിച്ച് നേരത്തെ വന്നു. 30 വരെ പറ്റുമോ? അയ്യോ സോറി, ഡേറ്റ് മാറി, 26 30. അപ്പോ ഓൺലൈനിൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഓൺലൈനിൽ ഈ ക്ലാസ് ഓൾറെഡി റെഡിയാണ്. ഓൺലൈനിൽ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് 30 ഡേയ്സിന്റെ പ്രോഗ്രാം ആയിട്ടാണ് ഉള്ളത്. ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈനിൽ എടുത്തോളൂ. പക്ഷെ ലൈവ് ഞാൻ തരുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഓൺലൈൻ രണ്ടും നടക്കില്ല, ഇത് ഒന്നല്ലേ നടക്കുള്ളൂ. അപ്പോൾ ആരാ ചോദിച്ചത്? വിജയലക്ഷ്മി ചോദിച്ച ചോദ്യമാണ്. ഓൺലൈൻ കിട്ടുമോ? ഓൺലൈനിൽ കിട്ടും. ഓൺലൈൻ ഓൾറെഡി റെഡിയാണ്, വേണമെങ്കിൽ തരാം. ഓൾറെഡി റെഡിയാണ്, ടെക്നിക്കാണ്. കഴിയുന്നത് നിങ്ങൾ നേരിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട്, ഇവിടെ 2 തരത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. നേരിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി കൃത്യമായി എനിക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾ വിളിച്ച് പാകപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിനകത്ത് എന്റെയും ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒരുപാട് ക്ലാസ്സുകൾ ഒരു ദിവസം എനിക്ക് നടത്താൻ പറ്റില്ല. ഞാൻ ഓഫീസ് വന്നതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് കുറച്ചേ എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പറ്റുന്നതിൽ ഓൺലൈൻ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. കോഴ്സിന്റെ ഫീസ് ഞാൻ പറഞ്ഞു 10,000 ആണ് ഇപ്പോൾ ഉള്ള കോഴ്സിന്റെ ഫീസ്. ഇനി നിങ്ങൾ തീരുമാനിക്കുക എത്രയാണ് കോഴ്സിന് വേണ്ടത്. എല്ലാം നിങ്ങൾക്കാണ് വിട്ടു തരുന്നത്. എത്രയാണ് നിങ്ങൾക്ക് അതിന് കോഴ്സിന്റെ ഫീസായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രയായി? ഒരു തരത്തിൽ പറയുമ്പോൾ ഒരു മൈത്രൊക്കെ പറഞ്ഞേക്കണേ.
പണിയുണ്ട് കേട്ടോ. കുറച്ച് പേരെ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഈ കോഴ്സിന് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ വിചാരിക്കുന്നു. ഒരു കാര്യം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കോഴ്സിന്റെ ഫീസ് പറഞ്ഞിട്ടായിട്ടും ഞാൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ശരിയല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഇന്ന് തന്നെ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിച്ചിട്ട് വന്നു എന്ന് പറയേണ്ട പ്രധാന കാരണം അതായിരുന്നു. കാരണം എനിക്ക് എന്തുകൊണ്ടാന്നല്ല, ഞാൻ പലപ്പോഴും എന്നോട് എന്റെ കൂടെയുള്ള കോച്ചുമാരൊക്കെ കുറെ ദിവസങ്ങൾ പലരും ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ആൾക്കാർക്ക് അങ്ങനെയൊന്നും ആൾക്കാർ മാറില്ല ദിനേശ് സാറേ, അല്ലെ അങ്ങനെയൊന്നും ആൾക്കാർ മാറില്ല, അവർക്ക് ഏറ്റവും വില കുറച്ച് കൊടുത്തുകൊണ്ടൊന്നും ആൾക്കാർ മാറില്ല. അവർ മാറണമെങ്കിൽ അവർ അത്രയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു വേണം. ഞാൻ പറഞ്ഞല്ല, ആൾക്കാരെ ആത്മാർത്ഥമായി പ്രവർത്തിപ്പിക്കാനും പറ്റും, അവരെ മാറ്റാനും പറ്റും. അതിന് നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം മാറിക്കോളും. എല്ലാത്തിനും വരില്ലല്ലോ. ആത്മാർത്ഥമായി മാറാൻ ആഗ്രഹിക്കുന്നവരെ നമ്മുടെ ആത്മാർത്ഥത്തോടെ അങ്ങോട്ട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓരോ ആളോടും സംസാരിക്കാൻ പോലും തയ്യാറാണ്. അല്ലെങ്കിൽ എനിക്ക് 1 മണിക്കൂർ ക്ലാസ് ചെയ്യാൻ നേരം എഴുതിട്ട് പോവാം, എന്റെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾ വീണ്ടും വരും, പുതിയ പുതിയ ആൾക്കാർ വരും. പക്ഷെ ഞാൻ നിങ്ങൾ ഓരോ ആളെയും കണക്റ്റഡ് ആണ്. ആര് എവിടെ എന്ത് എന്നൊക്കെ നമുക്കറിയാം. ജയമോൾ ബാബുവിനെ അറിയാം, സ്നേഹലത അറിയാം, മല്ലവിജയനെ അറിയാം, പത്മിനി ശിവൻ, എല്ലാവരും എനിക്ക് അറിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ആളെയും ഞാൻ ശ്രദ്ധിക്കുന്നു, ഓരോ ആളുടെ മുഖഭാവം ഞാൻ നോക്കുന്നുണ്ട്. ക്യാമറ ഓൺ ചെയ്തവരെ, ഇല്ലാത്തവരെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്ത ഓരോ ആളുടെ മുഖത്ത് വന്ന ചെറിയ മാറ്റം പോലും, ധന്യയുടെ മുഖത്ത് ചിരിയാണോ ചിരിക്കുന്നില്ലേ എന്ന് മനസ്സിലാക്കാൻ സുരേഷ് സാറ് അത്രയും ദൂരത്തിരിക്കുമ്പോൾ എന്ത് മാറ്റം വരുന്നു എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കി തന്നുണ്ട്. അത് ഞാൻ അങ്ങനെ, അതാണ് എനിക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അതാണ്. കോഴ്സിന്റെ പ്രൈസിനെ പറ്റി വല്ല ഡിസ്കഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. സാർ പറഞ്ഞ മിക്ക കാര്യങ്ങളും ഞങ്ങളുടെ ലൈഫിലുണ്ട്. ഹസ്ബൻഡ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എനിക്ക് സാറിന്റെ പേര് ക്ലാസ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫ്രീ ക്ലാസ്സിൽ നിന്നാണ് കിട്ടിയത്. ഞാൻ നോക്കൂ, ഷെഫീൻ പേരും വായിക്കുന്നില്ല. നോക്കൂ മാം, ആത്മാർത്ഥമായി നിങ്ങൾ വിചാരിച്ചാൽ എല്ലാ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം മതി. ഇതെല്ലാം എനിക്ക് മാറണമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. ഞാൻ പറഞ്ഞു, മിനിയാന്ന് ഒരാൾ എന്നോട് 1-to-1 സെഷൻ എടുത്തപ്പോൾ ഭയങ്കര വിഷയമായിരുന്നു. ഭർത്താവ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, അങ്ങനെ കുറെ വിഷയങ്ങൾ. ഒറ്റ ടെക്നിക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു ഫീസും കൂടുതലൊന്നും മേടിച്ചില്ല, ഒരു ക്ലാസും ജോയിൻ ചെയ്യിപ്പിച്ചില്ല, ഒന്നുമില്ല. ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, പെങ്ങളെ ഇതൊന്ന് ചെയ്തേക്കൂ, ഇനി വീട്ടിൽ ആളുകൂടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. ദൈവാദിനം പോലെ പറഞ്ഞ പോലെ ഫലിച്ചു. അതിനുശേഷം 4 ദിവസമായിട്ടും യാതൊരു തര വിഷയമില്ല, സുഖമായിട്ട് സന്തോഷമായിട്ട് കുടുംബം. ഇതൊക്കെ സാധ്യമാണ്. പക്ഷെ ഇവിടെ എല്ലാം നിങ്ങളാണ് ഇതിന്റെ. എനിക്ക് വെറുതെ ഒരു ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ഇതെല്ലാം നിങ്ങളിലാണ് മാറ്റം ഉണ്ടാവണേ. ഇപ്പൊ ഈ മെസ്സേജ് അയച്ച പേര് ഞാൻ വായിക്കുന്നില്ല. പെങ്ങൾക്കും ഇതൊക്കെ വീട്ടിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് വലിയ കാശൊന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തയ്യാറായ മാത്രം മതി. അപ്പൊ നമുക്ക് ആദ്യം ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് എത്ര രൂപക്ക് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. പലരും എമൗണ്ട് പറഞ്ഞു. 5000, 4999, 5555, 3333, 2000. എല്ലാം ഇപ്പൊ നമ്മുടെ ഏഞ്ചൽ നമ്പറിലാണ്. എല്ലാവരും കളിയല്ല, അതിനപ്പുറത്തെ പരിപാടിയില്ല, എല്ലാം ഏഞ്ചൽ നമ്പറിലാണ്. എനിക്ക് തോന്നി എപ്പോഴാണ് ഞാൻ ആ ഏഞ്ചൽ ക്ലാസ് എടുത്തത്, അതിനുശേഷം എല്ലാവരും ഏഞ്ചൽ നമ്പറിലാണ്. ഒരാൾ നന്നായിട്ട് നല്ല എത്ര കുറക്കരുത് കേട്ടോ, 1115 രൂപ. അയ്യോ, എന്റെ കഞ്ഞടി ടാക്സ് കൊടുക്കാൻ കഴിയില്ല. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ എല്ലാ കോഴ്സിനും ടാക്സ് ഉണ്ട്. എല്ലാത്തും 18% ടാക്സ് അടക്കണം. ഞാൻ നിങ്ങളിൽ നിന്ന് ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അടുത്ത മാസം മുതൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഫെബ്രുവരി മുതൽ ചാർജ് ചെയ്ത് വരും. ഇന്ന് എന്റെ ടാക്സ് പേ ചെയ്യുന്ന ആൾ വിളിച്ചു പറഞ്ഞു, സാറേ എല്ലാ കണക്കുകളും കൃത്യമായി സബ്മിറ്റ് ചെയ്യണം. ഞങ്ങളുടെ വീടെ പരിപാടിയൊന്നും പറ്റില്ല ടാക്സിനകത്ത്, കാരണം മോദി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് എല്ലാം സബ്മിറ്റ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോ ഏത് കോഴ്സ് 1000 രൂപയുടെ കോഴ്സ് തന്നാൽ എന്റെ കൂടെ 18% കൂടെ നിങ്ങൾ പേ ചെയ്യേണ്ടി. ഞങ്ങൾ പേ ചെയ്യില്ലല്ലോ അല്ലേ, ഞാൻ പേ ചെയ്തിട്ട് വിൽക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുണ്ടാവും. ഇപ്പൊ ഇല്ല, ഇതിലില്ല കേട്ടോ, ഇതില്ല. കോഴിക്കോട് തിരുവനന്തപുരം പ്രോഗ്രാം ഇല്ല. യെസ്, 7200, 5000. ഇതെന്താ സുമേഷിന് 5566 രണ്ടും കൂടി 6655 രണ്ടിരിക്കട്ടെ, മാജിക് നമ്പർ അല്ലേ ഇരിക്കട്ടെ. I can't sleep well. Roshni, that need to be corrected. If you do meditation, still your heart is burning, means we have to check where is the problem. മനസ്സിലാക്കണം. റൈറ്റ്. ഇല്ല, അറിയോ ചില സാറിന് എന്നെ അറിയില്ല. സാറിനൊക്കെ അറിയാം. ഞാൻ പറയുമ്പോൾ എല്ലാവരും പേര് പറയാൻ 278 പേര് പറയട്ടെ, അത്രയും പറയാൻ പറ്റും. പക്ഷെ നോക്കൂ, കൺക്ലൂഷൻ ഇതാക്കാം, ഇതിനകത്ത് കൂടുതൽ ചർച്ച വേണ്ട. ഫീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉചിതമായ രീതിയിലുള്ള ഫീസാണ് തരുന്നത്. എത്രയായിരിക്കും ഒന്ന് റൈറ്റ് ചെയ്ത്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഫീസ് എത്രയായിരിക്കും? ഇതിൽ നിങ്ങൾ എല്ലാവർക്കും പറ്റണം, ചെയ്യണം. നിങ്ങൾ ഒരു കാര്യമുണ്ട്, 6 മന്ത് നമ്മുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിലാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കുന്നത്. അറിയാം, ഇന്നിപ്പോ ഫ്രീ സെഷൻ കൊടുത്തത് ഇത്രയും ആൾക്കാരുള്ളത്. ഇനി നമ്മൾ എല്ലാ ദിവസവും ഫ്രീ സെഷൻ കൊടുക്കുന്നില്ല, നമ്മുടെ മെമ്പർഷിപ്പ് ഉള്ളവർക്കേ ഉള്ളൂ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് ഒറ്റ പ്രത്യേകതയുണ്ട്, 6 മന്ത് ആയിരിക്കും ഈ ക്ലാസ്. 20 ഡേയ്സ് ക്ലാസ് കഴിഞ്ഞാലും അതിന്റെ റിപ്പീറ്റേഷൻ 6 മന്ത് വരെ കണ്ടിന്യൂ ചെയ്യും. അത്രയും പാകപ്പെടുത്തിയെടുക്കാൻ, വിട്ടു പോകാനുള്ളവർ വരരുത്. ഗീവപ്പ് ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് അങ്ങോട്ട് കയറി വരണം. എനിക്ക് കാശും വേണ്ട, നിങ്ങൾ ചേരുവും വേണ്ട. ആത്മാർത്ഥമായി നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഒരാൾ ഇതാര ഏഞ്ചൽ നിങ്ങൾ പറഞ്ഞ നമ്പർ തന്നെയാണല്ലോ ഏഞ്ചൽ. ഓൾമോസ്റ്റ് ആൾക്കാർ പറഞ്ഞ എമൗണ്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു.
വലിയ എമൗണ്ട് പോകുന്നത് 10,888 എന്നൊക്കെ പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് സെയിം ഫിഗർ ആയി. വേണ്ട, അതിനേക്കാളും താഴെയാണ് ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്ന എമൗണ്ട്. 5,555 രൂപ. 5,000, യെസ്, എല്ലാവരും പറഞ്ഞത് 5,555. കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ 5,555 എനിക്ക് എത്ര കിട്ടുമെന്ന് അറിയാം നിങ്ങൾക്ക്? ഇൻറ്റു 18%, അല്ലെ? കാൽക്കുലേറ്റർ എപ്പോഴും കയ്യിലുണ്ട്. 999 രൂപ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് 4,555 രൂപയായിരിക്കും നമുക്ക് കോഴ്സ് ഫീസായിട്ട് വരുന്നത്. ഇത്രയും വരുള്ളൂ, ബാക്കി പോകുള്ളൂ GST ആയിട്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? ഇത്രയും കാലം പറയാതെ ഇന്ന് ഇത് പറയാനുള്ള പ്രധാന കാരണം ഉണ്ടായി, അല്ലെ? ഇതുവരെ നിങ്ങൾ ഇത്രയും കാലം എൻ്റെ അടുത്ത് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ ഒരു കോഴ്സിൽ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അത്ര ഇമ്പോർട്ടന്റ് ഇതുവരെ ഈ കോഴ്സിനെ പറ്റി നിങ്ങളോട് അധികം പറഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ കോഴ്സിനെ പറ്റി പറഞ്ഞു. ഇതൊരു സമയമുണ്ട് പറഞ്ഞ പോലെ ഒരു അത്രയും ആത്മാർത്ഥമായി നിങ്ങൾ മാറ്റം ഉണ്ടാക്കണം. മറ്റെല്ലാം പറ്റി നോക്കിയിട്ട് മാറാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതേപോലെ ഇതേ സാധനത്തെ ഇത്രയും സിംപ്ലിഫൈ ചെയ്തുകൊണ്ടാണ് തിരുവനന്തപുരം പ്രോഗ്രാം വെക്കുന്നത്. എന്തെങ്കിലും നിർവാഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വരിക. സാഹചര്യം ഉണ്ടായാൽ മതി. സാമ്പത്തികമാണോ നിങ്ങളുടെ വിഷയം? അഡ്മിനെ വിളിച്ചോളൂ, അഡ്മിനെ വിളിച്ച് സംസാരിച്ചോളൂ. ഇങ്ങനെയാണ് എന്റെ വിഷയങ്ങൾ, പക്ഷെ വരാൻ പറ്റും. രാധികയോ പ്രസീതയോ വിളിച്ച് നേരിട്ട് സംസാരിച്ചോളൂ. എന്നിട്ട് നിങ്ങൾ ഒരു നീക്കുപോക്ക് എടുത്തോളൂ, അതിന് ഒരു കുഴപ്പമില്ല. ആൽക്കഹോൾ ടെക്നിക്ക് എന്താണെന്ന് ഇവിടെ ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു തന്നാൽ ഞാൻ പിന്നെ ഈ ക്ലാസ് നടത്തണോ? ആൽക്കഹോൾ ടെക്നിക്ക് ഇല്ല, അങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ചിലതൊക്കെ നമ്മുടെ പോക്കറ്റിൽ വെക്കണ്ടേ? പറഞ്ഞു തരും കേട്ടോ, ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അതാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സാമ്പത്തിക നിങ്ങളിൽ ഇപ്പോഴില്ല എന്നുള്ള വിഷയമെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ നിങ്ങൾ വരാൻ ആഗ്രഹമില്ലെങ്കിൽ ദയവേത് വരരുത്. അല്ല, മാറാൻ ആഗ്രഹമില്ലെങ്കിൽ ദയവേത് വരരുത്. അതിങ്ങനെ പറഞ്ഞു, സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ അത് തന്നെ പറഞ്ഞു. യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ ഓർക്കില്ല. നിങ്ങൾ വരില്ലെങ്കിൽ വരില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ വരാതെ മിണ്ടാതിരുന്നോളൂ. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും അതിലേക്കാണ് പോകുന്നത്. മിണ്ടാതിരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. പൈസ ഇല്ല, ഓക്കെ, ഞാൻ മിണ്ടുന്നില്ല, അത്രേ ഉള്ളൂ. അതിലത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എടുക്കണം നിങ്ങളോട്ട് എപ്പോഴും. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, പറ്റുന്നവർക്കേ പറ്റുള്ളൂ. ഞാൻ അത്രേ ഉള്ളൂ ഇത് പറയാനുള്ളത്. അപ്പൊ ഒരു കാര്യം കൂടി ഇത് പറയാം. ഇത്രയും പറഞ്ഞ നമുക്ക് തിരുവനന്തപുരം പ്രോഗ്രാമിൽ വരുന്നവർക്ക് ഈ ക്ലാസ്സിൽ 20% പൈസ കുറച്ചിട്ട് പേ ചെയ്താൽ മതി. 20% പ്രൈസ് കുറച്ചിട്ട് പേ ചെയ്താൽ മതി. 5,555 20% പോരെ, 20% മതിയല്ലോ. 1,115. ഇത് വീണ്ടും മാജിക് നമ്പർ തന്നെയാണ്. എന്താ, അത് കുറച്ചിട്ട് പേ ചെയ്താൽ മതി എന്നുള്ളത് ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. അവർക്ക് മാത്രമേ അവിടെ വന്നിട്ട്, അത് ഞാൻ എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാവും, അവർക്ക് മാത്രമേ ഉള്ളൂ ആ എമൗണ്ട് എടുക്കുന്നത്. പൈസ ഈ കോഴ്സിനുള്ള പൈസ 1-ാം തീയതിയാണ് കോഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഉടനെ ചാടിക്കടി അയക്കണമെന്നില്ല. അഡ്വാൻസ് അയച്ചാലും മതി. എന്നിട്ട് ഇപ്പൊ ഈ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനൊക്കെ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്താൽ മതി, ലോക്ക് ചെയ്തോളൂ. കാരണം സീറ്റ് കുറച്ചേ ഞാൻ കൊടുക്കും, കുറച്ച് പേരെ മാത്രമേ എടുക്കുള്ളൂ. ഓപ്പണായിട്ട് പറയാം, കുറച്ച് പേരെ മാത്രമേ എടുക്കുള്ളൂ. കാരണം എനിക്ക് അവർ പേഴ്സണൽ ആയിട്ട് ട്യൂൺ ചെയ്യേണ്ട കാര്യം. ഞാൻ പേഴ്സണൽ മെന്റർഷിപ്പിന് ഇപ്പോൾ എനിക്ക് തരുന്ന പൈസ 1,00,000 രൂപയാണ്. എനിക്ക് ഒരാൾ 1-to-1 പേഴ്സണൽ മെന്റർഷിപ്പിന് ഞാൻ വാങ്ങിക്കുന്നത്. കാരണം ഓപ്പണായിട്ട് പറയാം നിങ്ങളോട്. പക്ഷെ ഇതേപോലെ അറ്റൻഷൻ തന്നിട്ട് നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വരണം. സാറേ എനിക്കിത് പറ്റില്ല, എന്റെ മകന്റെ കല്യാണം, മറ്റവന്റെ കല്യാണം, അവിടെ നാത്തൂന്റെ മകളുടെ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലാസ് സമയത്ത് എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്തു. കാരണം അത്രയും സ്ട്രിക്റ്റ് ആയാലും പറ്റുള്ളൂ. അപ്പോ കുടി നിർത്താനുള്ള ടെക്നിക്ക് പറഞ്ഞു തരുമ്പോൾ കുടുംബം തന്നെ അങ്ങനെ ആവില്ല. ഒരു ടെക്നിക്ക് നിങ്ങളെ കിട്ടിയത് കൊണ്ട് അത് മാറില്ല. അത് ടെക്നിക്കല്ല, അത് മാറേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ്. അതിന് ഒരു ടെക്നിക്ക് ഞാൻ എന്താ പിടിച്ചോന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് പറയുന്നവർ പറഞ്ഞു തന്നാൽ ആ ടെക്നിക്ക് വർക്ക് ചെയ്യില്ല. അതിനൊരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിന് പോകാൻ തയ്യാറായവർക്ക് മാത്രമേ അത് പറ്റൂ, എല്ലാത്തവർക്കും പറ്റും. അത് അത്രയും ശരിയാണ് നടക്കുക. റെഡിയാകുക, വരിക, ജോയിൻ ചെയ്യുക എന്ന് മാത്രമാണ് അറിയാനുള്ളത്. ബാക്കി എന്താണ് ഇതിനകത്ത് ഡൗട്ടുള്ളത്? പറഞ്ഞു നിന്നല്ലേ. അപ്പോ സമ്പത്തിന്റെ കാര്യത്തിൽ, പൈസയുടെ കാര്യത്തിൽ ഇപ്പൊ ഈ എഴുതിയ ടൈപ്പ് ചെയ്തതിനൊക്കെ അതെല്ലാം ആസിറ്റീസ് എടുത്തിട്ടാണ് ഞാനിപ്പോ തിരുവനന്തപുരം പ്രോഗ്രാം ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ്സുകൾ. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു? കാശില്ല. ആരെയിലാണ് ഇവിടെ കാശില്ലാത്തത്? നിങ്ങൾ ഒരു മിനിറ്റ് ആലോചിക്കുക. യഥാർത്ഥത്തിൽ കാശില്ലാത്തവരാരാണ് എന്ന് വെച്ചാൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഇല്ലല്ലോ സാർ, ഇല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ല. മണി ആരുടെ അക്കൗണ്ടിലുണ്ട്? നമ്മുടെ റിസർവ് ബാങ്കിലാണോ മൊത്തം കാശിരിക്കുന്നത്? ഗവൺമെന്റിലുള്ള കാശ് മുഴുവൻ റിസർവ് ബാങ്കിലാണോ ഉള്ളത്? അങ്ങനെയല്ലല്ലോ. ഇതൊരു ചക്രമാണ്, ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് എവിടെ നിൽക്കണം എന്നത് നിങ്ങൾ കണ്ടില്ലേ? മറ്റേ ഇത് ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ കറങ്ങുന്ന വീല് എവിടെ ചെന്ന് നിൽക്കുന്നു? അവിടെ കാശ് കിട്ടുന്ന രീതിയിൽ അവിടെ ചെന്ന് നിൽക്കുക. അവിടെ എന്തെങ്കിലും ഒരു സാധനം വേണതാ. ഇത് നിൽക്കാനായിട്ട്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തെ നിൽക്കാനായിട്ട് അവിടെ ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ചാൽ അവിടെ നിൽക്കും.
അല്ലെ? സൂചി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂചിയുടെ അടുത്ത് ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ചാൽ സൂചി നിൽക്കില്ലേ? എന്തുകൊണ്ട് നമുക്കൊരു മാഗ്നറ്റ് ആവാൻ സാധിക്കുന്നില്ല? ഇന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാശിനെ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നിർത്താനുള്ള ഒരു മാഗ്നറ്റ് ആവാൻ നമുക്ക് പറ്റാത്തതല്ലേ നമ്മുടെ യഥാർത്ഥ പ്രശ്നം? നമ്മൾ ഉള്ള മാഗ്നറ്റിക് പവറിനെയും ഇല്ല 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 ഇത് പറഞ്ഞതിന് മാഗ്നറ്റിക് ഉള്ള മാഗ്നറ്റിക് പവർ കുറക്കാണ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ നിങ്ങൾ കേട്ടിരുന്നു, മെഡിറ്റേഷൻ സമയത്ത് കേട്ടിരുന്നു. അതുപോലെ തന്നെ നേരത്തെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത രാജീവേട്ടന് സംഭവിച്ച കാര്യം. രാജീവേട്ടൻ നമ്മുടെ കൊച്ചി പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് എനിക്ക് ആഗ്രഹമില്ല, ഒരു ആഗ്രഹമില്ല. ലൈലച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്, ഒരു ആഗ്രഹമില്ല. അവിടുന്ന് പിടിച്ച് രണ്ട് കാര്യം കൊടുത്തപ്പോൾ ആഗ്രഹങ്ങളെ കെട്ടിക്കൊടുത്തു. അപ്പൊ അത് ചെയ്യാം, ഇല്ല സാറേ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, എന്തിനിപ്പോ എനിക്ക് അതിന്റെ ആവശ്യം. എന്നിട്ടും ലൈലച്ചിന്റെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോ ആഹാ എന്നാ പിന്നെ ഒന്ന് നോക്കിക്കളയാലോ എന്ന് കരുതി രണ്ടാമത് കോഴിക്കോട് പ്രോഗ്രാം വരുന്ന സമയം നമ്മൾ കാണാൻ റെഡിയായി, ഒരു ജോയിനിങ് ഒക്കെ ആക്കി എവിടെയെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ജോലിയൊക്കെ ചെയ്തു. ഇപ്പൊ എത്ര മാസമായത്? 2 മാസമേ ആയിട്ടുള്ളൂ അല്ലെ? മൂന്നാമത്തെ മാസം രണ്ടാം പ്രൊമോഷൻ ആയി കഴിഞ്ഞു. എങ്ങനെ സംഭവിച്ചു? അവിടെ പോകുന്ന അവിടെ പോയി ഈ കാശൊക്കെ അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന കാശായിരുന്നു. ഈ കാശിനെ ഇവിടുന്ന് ഉണ്ടാക്കിയ മാഗ്നറ്റ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചതാ. അപ്പൊ നേരെ അവരെ ബാങ്കിലേക്ക് തോന്നി. അന്നപ്പോ ഇതെല്ലാം രാജുവേട്ടന്റെ പേരിലായി, സാധനം പ്രൊമോഷൻ ആയി കഴിഞ്ഞു. പറയും ഇതല്ലേ യഥാർത്ഥം സംഭവിക്കുന്നത്. നമ്മളാണ് ഇത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. യാതൊരു കാര്യമില്ല. ഞാനൊരു പ്രത്യക്ഷ ഉദാഹരണം കൂടി പറയാം, എളുപ്പത്തിൽ പറയാനുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങളുടെ ഓഫീസിനകത്ത് രാവിലെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു മറ്റേ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് വേണ്ടവർ ഇന്നലെ പറഞ്ഞല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ 108 അഫർമേഷൻ തരികയാണ് പത്മനാഭൻ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അത് കുറച്ചുകൂടി മിനുക്കാനുണ്ടായിരുന്നു. ആ മിനുക്കൊക്കെ ചെയ്തിട്ട് ഞാനിന്ന് ഓഫീസ് പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ഞാൻ ഓഫീസ് പോകുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് അയച്ചു ഓഫീസിലേക്ക്, ഇന്ന് നമുക്ക് ഇത്ര രൂപ ബിസിനസ് ആയിരിക്കണം, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വക ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പോയി നോക്കുമ്പോൾ എന്റെ 6 സ്റ്റാഫും ഈ വരുന്നത് വരെ നിലം തൊട്ടിട്ടില്ല. എവിടുന്ന് അവർ കസ്റ്റമറെ കൊണ്ടിരുന്നു, എവിടുന്ന് സാധനം വിൽക്കുന്നു ഒന്നും പിടിയില്ല. ഇന്ന് നിലം തൊട്ടിട്ടില്ല ആൾക്കാർ. എല്ലാം വന്ന കസ്റ്റമർ എല്ലാം സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് പോയി, ഒറ്റ ഒരു സാധനം കൊടുക്കാതെ നിന്നിട്ട് ഞാൻ അവിടെ നിന്ന് ക്യാമറയിൽ നിന്ന് നോക്കിയത്. അത്രയും ഹാപ്പി ആയി പോയി. ഇതെങ്ങനെ സംഭവിക്കുന്നു? അവിടെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ അവരിലേക്ക് ഒരു ഫോക്കസ് കൊടുത്തു, ഇത് വേണമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് ഒരു ഗിഫ്റ്റും ഓഫർ ചെയ്ത് കൊടുത്തു. അവരെ മാഗ്നറ്റ് അങ്ങ് റെഡിയാക്കി വെച്ചു. കറങ്ങി പോകുന്ന വഴിയെ കടന്നു പോകുന്ന കസ്റ്റമറൊക്കെ വിളിച്ചോണ്ട് വാ വാ എന്ന് പറഞ്ഞു. ഇതെല്ലാവർക്കും സാധിക്കുന്നതേ ഉള്ളൂ. ഇതിനൊന്നും തയ്യാറായാൽ മതി നിങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ടൈപ്പ് ചെയ്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം ഇംഗ്ലീഷ് വായിക്കും ഞാനില്ല. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഒരു മാഗ്നറ്റായി മാറുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ മാഗ്നറ്റായി മാറുക. അപ്പോൾ അതെല്ലാം നിങ്ങളെടുത്ത് വഴിയേ കടന്നു പോകും. ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. ഇതല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഓം ക്രീം ക്രീം നമശിവായ ജപിച്ചാൽ കൊണ്ട് മാത്രമാവില്ല. ജപിച്ചാൽ ഗുണം കിട്ടും, പക്ഷെ വെറുതെ ജപിച്ചുകൊണ്ടാവില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇല്ല അല്ല എന്ന പരാതികൾ നമ്മളിവിടെ ക്ലാസ്സിൽ പണ്ട് പ്രാവശ്യം മുമ്പത്തെ ക്ലാസ്സിൽ മുമ്പേ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, ഇവിടെ നമ്മൾ എടുത്ത പ്രോമിസാണ്, ഞാൻ പരാതി പറയില്ല, ഒന്നും ഞാൻ ചെയ്യില്ല. ഇല്ല, നിങ്ങൾ എന്റെ കയ്യിലില്ല, എന്നോട് ഇപ്പൊ ഒരാൾ വിളിച്ച് 10,000 രൂപ കടം ചോദിച്ചാൽ ഞാൻ പറയും എന്റെ ഇല്ല എന്ന് പറയും. അതില്ല എന്ന് പറയേണ്ടി വരും. അതിന്റെ അർത്ഥം നമ്മുടെ കാലത്ത് അങ്ങനെ ആണെന്നല്ല. ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക, മാറ്റം ഉണ്ടാക്കുക, പരാതി നിർത്തുക. ഉള്ളെങ്കിൽ അതിനെ എങ്ങനെ ഉണ്ടാക്കുമെന്നതിനെ പറ്റി ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഓക്കെ, ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ചിന്തിക്കേണ്ടത്, ഇല്ല എന്നല്ല ചിന്തിക്കേണ്ടത്, എങ്ങനെ ഉണ്ടാക്കും എന്നതിനെ പറ്റി ആത്മാർത്ഥമായി ചിന്തിക്കുക. മാറ്റം ഉണ്ടാവും. എല്ലാവർക്കും കഴിയുന്നതൊക്കെ നമുക്ക് എന്താ പറയാ, ഇന്ന് രാവിലെ മെഡിറ്റേഷൻ പറഞ്ഞ അതേ വേർഡ് ഒന്നുകൂടി ഉപയോഗിക്കാം. ഇങ്ങനെയാണ്, സമുദ്രം, രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതേ കാര്യമാണ്. സമുദ്രം കടക്കാൻ ആഗ്രഹിക്കുന്നവൻ കടലിന്റെ കരികിൽ പോയി അതിനെ നോക്കി പേടിപ്പിച്ചാൽ നടക്കില്ല. കടക്കുക തന്നെ വേണം, വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. അവിടെ കടൽ കടക്കാൻ ആഗ്രഹിക്കുന്നവൻ കടലിനെ പോയി നോക്കി പേടിപ്പിച്ചാൽ നടക്കില്ല. നടന്ന് കടക്കാനുള്ള വഴി നോക്കുക തന്നെ വേണം, വേറെ ഒരു വഴിയും കിട്ടില്ല എന്നുള്ള ഒന്നുകൂടി ഓർപ്പിക്കുന്നു. 2 കാര്യങ്ങളെ ജോയിൻ ചെയ്യുന്നവർക്ക്, തിരുവനന്തപുരം പ്രോഗ്രാം വരുന്നവർക്ക് 1111 രൂപ കുറച്ചിട്ട് പേ ചെയ്താൽ മതി. മറ്റുള്ളവർക്ക് 5555 രൂപ. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ക്ലോസ് ചെയ്യും, ഇനി ഇല്ല എന്ന് പറയും. പിന്നെ 20 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അടുത്തില്ല. അപ്പോഴേക്കും റിസൾട്ട് ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിയും. ചക്ര മെഡിറ്റേഷൻ ചെയ്തോളൂ. അത് നമുക്ക് വീണ്ടും തുടങ്ങാം. യെസ്, നോ പ്രോബ്ലം. ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും യാത്ര ചെയ്യേണ്ടത്, ദേവിയത് യാത്ര ചെയ്ത് നിങ്ങളുടെ അതൊക്കെ നോക്കിയിട്ട് മാത്രം യാത്ര ചെയ്താൽ മതി. അതിനൊക്കെ ഒരു സമയം വരും. അപ്പോഴും നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞു. പൈസ ഇല്ല എന്ന് പറയണ്ട, ശരിയായെന്ന് പറയില്ല. പൈസ ശരിയായാൽ വരും. പൈസ ശരിയാവുകയല്ല, പൈസ ശരിയാക്കലാണ്. നമ്മൾ ആക്കുകയാണ് ചെയ്യുന്നത് പൈസ. അല്ലെങ്കിൽ ഞാൻ വരും, അല്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് രണ്ടും കുഴപ്പമില്ല. റൈറ്റ്. എനിവേ, നോ പ്രോബ്ലം. അപ്പോൾ താങ്ക് യു ആൾ. ഇന്നത്തെ കാര്യം ഇത്രയും നമുക്ക് സംസാരിക്കാനുള്ളൂ. ബിസിനസ് ക്ലാസ്സിലെ ആൾക്കാരുടെ മെസ്സേജ് ഇടാൻ മറന്നിരുന്നു. ബിസിനസ് ക്ലാസ് എടുക്കണമെങ്കിൽ എടുക്കാൻ സമയം ഉണ്ടല്ലോ അല്ലേ?
എന്ത് 1 hour ടൈം ഉണ്ട്, എടുക്കാൻ ഞാൻ മറന്നു വരുന്നത് മെസ്സേജ് ഇടാൻ. ഇന്ന് നല്ല തിരക്കായിരുന്നു, കാരണം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് മന്തിന്റെ കാര്യങ്ങളൊക്കെ ഓഫീസിൽ തീർത്തിട്ട് വേണം വരാനായിട്ട്. അതുകൊണ്ട് തിരക്കായിരുന്നു. ഇതിന്റെ തിരക്കിലായിരുന്നു. ഒന്നാമത് ഈ കോഴ്സിനെ ഡിസൈൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അതിന്റെ ഇടയിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായി. വേണമെങ്കിൽ ഇട്ട് എടുത്തേക്കാം. അപ്പൊ ആർക്കും അൺമ്യൂട്ട് സംസാരിക്കാണെങ്കിൽ ഇപ്പൊ സംസാരിച്ചോളൂ. ഞാൻ അൺമ്യൂട്ടിന്റെ ഓപ്ഷൻ തരാം. സംശയം ചോദിക്കാനൊക്കെ ചോദിക്കാം. ഓക്കെ, സംസാരിക്കാനുള്ളവർ മാത്രം അൺമ്യൂട്ട് ചെയ്യണേ. ഒരു മിനിറ്റ്, ഗിരിജ, രമേശ് അത് സംസാരിച്ചോ. എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് കിഡ്നി സ്റ്റോൺ ഉള്ളത് കൊണ്ടാണ്. ഭയങ്കര യൂറിൻ കൂടെ ഒക്കെ ബ്ലഡ് വന്നു തുടങ്ങിയ, അതുകൊണ്ടാണ് ഞാൻ സാറെ പറഞ്ഞത്. അപ്പൊ അതിപ്പോ ഇവിടെ ഒരു സാറ് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഇഷ്ടം തോന്നി. എന്ത് ചികിത്സയാ നല്ലത്? നിങ്ങൾ പറഞ്ഞ എനിക്കൊന്നും പിടിയിട്ടില്ല കേട്ടോ. എനിക്ക് കിഡ്നിയില് കല്ലുണ്ട്, അത് ഇത്തിരി കൂടുതലായിട്ടുണ്ട് ഇപ്പൊ. നാളെ മുന്നേ സ്കാൻ ചെയ്തപ്പോ ചെറുതായിരുന്നു, അന്ന് മാറി, മരുന്നൊക്കെ വെച്ചപ്പോ മാറിയില്ലേ. ഇപ്പൊ അത് കാലുമ്പോ നീര് വന്നു, മുഖം ഇപ്പൊ ഇത്തിരി നീര് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും മാറിയിട്ടില്ല. അപ്പൊ നാളെ സ്കാൻ ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ. യൂറിനിലൊക്കെ ഇത്തിരി ബ്ലഡിന്റെ ഇത് ടെസ്റ്റ് ചെയ്തപ്പോ കണ്ടു. അപ്പൊ കിഡ്നി സ്റ്റോൺ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ പറയുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്ത് പറയാം. എനിക്ക് പിടിയിട്ടില്ല. കിഡ്നി സ്റ്റോൺ ഉണ്ട്. അതല്ല, ഇപ്പൊ ഒരു അതിന് എന്ത് ചികിത്സയാ നല്ലതെന്ന് പറഞ്ഞു. നമുക്ക് ആദർശ മാമിനെ കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്പർ തരാം. ആദർശ മാം ഉണ്ട്, അവർക്ക് ഒരു ഹീലിംഗ് തെറാപ്പി ഉണ്ട്, അതൊന്ന് ചെയ്താൽ ഒരു സെക്കൻഡ്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യില്ല. നിങ്ങൾ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യാതെ നമുക്ക് അൺമ്യൂട്ട് ചെയ്താൽ ആകെ ഒച്ചപ്പാടാവേ. ഓക്കെ, ഒരു മിനിറ്റ്. ശാന്തകുമാരി പറഞ്ഞു, നിങ്ങൾ കുറെ സ്ഥലം കാണാതെ. ഇതിന് ഞാൻ 3.5 കൊല്ലമായി ഈ വീട്ടിൽ നിൽക്കുന്നത്. ഇപ്പൊ വേറെ ആരെയോ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് മാറാൻ പറഞ്ഞു. ഞാനപ്പോ വേറെ കമ്പനിക്ക് കയറാൻ വേണ്ടി മെഡിറ്റേഷൻ സാർ പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ട്. കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ്. സാർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. പാർട്ടി 10-ാം തീയതി ഞാൻ ഇവിടെ അപ്പൊ സാറിന്റെ അനുഗ്രഹം കിട്ടിയാൽ മതി, എല്ലാം നടക്കും എന്ന് വിശ്വസിക്കുന്നു. ഒരു വോയിസ് കേട്ടോ. ഓക്കെ സാറേ, ഓക്കെ, താങ്ക് യു സാർ. സൗദാമിനി എന്താ പറയാൻ പറഞ്ഞു? സംഭവം ഉണ്ട്, ഞാനത് പറയാനായിട്ട്. അപ്പൊ ഇന്ന് സാറ് യൂണിവേഴ്സിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇടുന്ന ഷോപ്പിൽ നിന്ന് വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് സ്കൂട്ടിയിൽ വരുന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജംഗ്ഷനിലെത്തിയപ്പം ഞാൻ റോഡിൽ കൂടെ 2 സൈഡിലേക്ക് വണ്ടി ഉണ്ടോ നോക്കിയിട്ട് ഞാൻ കാറുണ്ടായിരുന്നു. അപ്പൊ അയാളത് ഞാൻ വരുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്തു. എന്നോട് പോയി കാണാൻ പറഞ്ഞ ഞാൻ പോകുമ്പോൾ വേറെ ലെഫ്റ്റ് സൈഡിലെ വണ്ടിയൊന്നുമില്ല. പെട്ടെന്ന് ഒരു KSRTC വളരെ സ്പീഡിലാണ്, എങ്ങനെ ശ്രദ്ധിക്കാതെ തന്നെ ബ്രേക്ക് ഇടാതെ തന്നെ തൊട്ടടുത്തെത്തി. ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓൺ അടിച്ചു, ഞാൻ സെക്റ്റ് ഓൺ അടിച്ചു. എനിക്ക് വിറക്കി ഓൺ അടിച്ചപ്പോൾ അയാൾ ശ്രദ്ധ മാറി. അപ്പൊ അയാളെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. അത് ഞാൻ പിന്നെ കണ്ടുപോയി. അല്ലെങ്കിൽ അയാൾ എന്നെ തട്ടിത്തെറിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ അടി പോവുകയോ ചെയ്യുമായിരുന്നു. യൂണിവേഴ്സിന്റെ ചിലപ്പോൾ ഒരു അനുഗ്രഹം തന്നെ ആയിരിക്കും. എനിക്ക് സാറ് ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോ എനിക്കത് പറയാതിരിക്കാൻ തോന്നിയില്ല. അവിടെ നിങ്ങൾക്ക് വന്ന ഫീലിങ്സിനാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ആദ്യം മനസ്സിലായി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ കുറച്ച് ദിവസമായിട്ടുള്ള ക്ലാസ്, പക്ഷെ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ആ സാധനത്തെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നത്. ജസ്റ്റ് വെയിറ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്, യു വിൽ ഹാവ് എ ബിഗ് ചേഞ്ചസ് വരാൻ പോകുന്നത്. അത്രയും വലിയ കാര്യമാണ് വരാൻ പോകുന്നത്. പിന്നെ ഒന്ന് വരണമെങ്കിൽ ട്രെയിൻ ഓക്കെ ആയില്ല, ഞാൻ നോർമൽ ടിക്കറ്റ് എടുത്ത് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. നിങ്ങൾ പോകുമ്പോ നിങ്ങൾ എല്ലാവരും വരുന്നവർ ടിക്കറ്റിന്റെ കാര്യത്തിൽ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഒരൊറ്റ അഫർമേഷൻ ഉണ്ടല്ലോ, ആ അഫർമേഷൻ എടുക്കുക, നേരെ കയറിക്കോളൂ. എല്ലാവരും അഫർമേഷൻ എടുക്കുക, നേരെ കയറിക്കോളാം. ഞങ്ങളുടെ അഡ്മിന്മാർക്കും ടിക്കറ്റ് കിട്ടിയിട്ടില്ല, അവരും ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാനെന്നെ ടിക്കറ്റ് എടുത്ത് തിരിഞ്ഞു പറഞ്ഞേക്കാണ്. അതുകൊണ്ട് ഒറ്റ അഫർമേഷൻ എടുത്ത് എല്ലാം സുഖകരമാക്കി. യാത്ര സുഖകരമായിരിക്കും, മറ്റു കാര്യങ്ങൾ സുഖകരമായിരിക്കും. ഓക്കെ, പറയാൻ വന്ന അടുത്ത ആള്, ഒറ്റ മിനിറ്റ്. ഷെഫീന ബേബി. സാറിന് കേൾക്കാമോ? കേൾക്കാം. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല സാർ, അതുകൊണ്ടാണ്. നിങ്ങൾ കാര്യം പെട്ടെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ എല്ലാവരും പറയുന്ന കാര്യത്തിൽ ഇങ്ങനെ പോകുന്നതിനാണ്. സാർ അങ്ങനെയല്ല സാർ, ഞാൻ നേരത്തെ ഞാനാണ് സാർ മെസ്സേജ് ഇട്ടത്. അപ്പോൾ സാറ്
അപ്പൊ സാർ ഞാൻ അത് ക്യാഷ് പ്രോബ്ലം അത് അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ അങ്ങനെ പറയാൻ സാർ അത് നോക്കൂ. അങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ പറയരുത്. ഞാൻ പഠിപ്പിച്ചു തരുന്ന കാര്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം മതി. ഞാൻ എക്സ്പ്ലനേഷൻ കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. നിങ്ങളിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്, അത്രേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കാണുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങളെ ഇനി അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കും ചെയ്യാൻ എനിക്കൊരു മാറ്റമില്ല. മാറ്റം ഉണ്ടാവേണ്ട അവിടെയാണ്. അത് ശ്രദ്ധിക്കുക. ഇതിങ്ങനെയാണല്ലോ, ഞാൻ തിരുത്തി തന്നിട്ട് മാറ്റുക, അത് മാത്രമാണ്. മറ്റൊരു വിഷയം അതിനകത്തില്ല. എക്സ്പ്ലനേഷൻ വിൽ നോട്ട് മേക്ക് യു പെർഫെക്റ്റ്. ദർ ഇസ് നോ, അങ്ങനത്തെ ഒരു സംഭവമില്ല. നിങ്ങൾക്ക് തിരുത്തേണ്ടതായ കാര്യം കാണിച്ചു തരുന്നത് മാത്രമേ എനിക്ക് ഇവിടെ കടമയുള്ളൂ. അല്ലാതെ ഇത് യാഥാർത്ഥ്യമാണെന്നൊക്കെ നമുക്കും അറിയാം. അതിൽ യാതൊരു ഇതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അവിടെ അത് സംസാരം വേണ്ട. സൂസൻ എന്താ പറയാൻ പറ്റുന്നത്? സാർ അനിതയാണ് കാര്യം പറയാനുണ്ട്. അനിതയാണ് സാർ. പറഞ്ഞോ പറഞ്ഞോളൂ അനിത. സാറ് 108 ആഫർമേഷൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പോഴോട്ട് എന്റെ മനസ്സിനകത്ത് ഗണപതി ഉണ്ട് അവിടെ പഴവങ്ങാടി. ഭഗവാനും കൂടെ സമർപ്പിക്കണമെന്ന് എനിക്ക് എന്റെ മനസ്സിനകത്ത്. ശരി 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 അംഗീകരിച്ചത്. അവിടെ എന്തായാലും അവിടെ പോകുന്നുണ്ട്. അവിടെ പോകുന്നുണ്ട്. അനിത അവിടെ ഇല്ലേ? അനിത തിരുവനന്തപുരത്തല്ലേ? അതെ. ഓക്കെ. ബന്ധം ഞങ്ങൾ 25-ന് എത്തോടെ രാവിലെ. ഓക്കെ, അത് ശരി. മനസ്സിനകത്ത് ഇങ്ങനെ ഒരു തോന്നല് വന്നു. താങ്ക് യു. സൂസൻ എന്താ പറയാൻ വന്നേ? പറഞ്ഞു. ഹാപ്പി ന്യൂസ് പറഞ്ഞോ. ബിസിനസ് ഗ്രൂപ്പിൽ പറയണ്ട എങ്കിലും പറയേണ്ടതാണ്, എങ്കിലും ഇവിടെ ഫസ്റ്റ് പറയാം. ഞാൻ സാർ ബിസിനസ് ഗ്രൂപ്പിൽ കയറിയപ്പോ പറഞ്ഞായിരുന്നു ഒരു അടുത്തൊരു ഇൻകത്തിന് വേണ്ടിയുള്ള ഒരു ഇത് കണ്ടുപിടിക്കണമെന്ന്. ഞാൻ എന്റെ ബിസിനസ് അല്ലാതെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലാതെ സൈഡിൽ കൂടെ വേറൊരു അത് സാധ്യമായി. അത് റെഡി ആയെന്ന് പറഞ്ഞാൽ ഞാനൊരു റെപ്യൂട്ടഡ് കമ്പനിയായിട്ട് ഒരു അസോസിയേറ്റ് ചെയ്ത് ഒരു കോൺട്രാക്ട് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിട്ടുള്ള അതിനുമായിട്ട് അനുബന്ധപ്പെട്ട് ഒരു ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. അപ്പം അതിലേക്ക് അസോസിയേറ്റ് ചെയ്തുള്ളൂ. ഇനിയാണ് വർക്ക്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പായി. അല്ലല്ല, കേട്ടോണ്ടിരിക്കുകയാണ് സാർ. വെരി ഹാപ്പി. കാരണം എന്താ പറയാ, ഇത്രയും ആളുകളും ഞാനും ഒക്കെ ഭാഗ്യവാനാണെന്നുള്ള ആലോചിച്ചത്. സാർ നേരത്തെ പറഞ്ഞ പോലെ ആവാഹിച്ചെടുക്കുക എന്നാണ് പരിപാടി. ശരിക്കും ഞാൻ സാറിന്റെ ഫ്രണ്ടാണ്. ഇന്നലെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം സാറിന്റെ കൂടെ, സാറിന്റെ ബേക്കിന്റെ കൂടെ ഫുഡൊക്കെ അതിനെ കണക്ക് ഈ ആവാഹിച്ചെടുക്കുക. സാർ പറഞ്ഞല്ലോ, ആവാഹിച്ചെടുത്ത് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നത് കറക്റ്റായിട്ട് എന്നൊരു ബ്രദറിനെ പോലെയാണ് സാർ. എന്താ ഫൈനാൻഷ്യലൊക്കെ കുറെ അങ്ങോട്ട് കൂടുതൽ നടത്തുമ്പോൾ നിർബന്ധിച്ച സ്കീമിലൊക്കെ കൊണ്ട് ചേർത്ത് അതിനുശേഷം എനിക്ക് ഇന്നലെ ഒരു വൗച്ചർ കൊണ്ടുതരാൻ വേണ്ടിട്ട് വന്നതാണ്. സാറ് ഇന്നലെ സാറ് ഉദാഹരണമാണ്, ഞാൻ ദുബായിലാണ്. സാറ് ഇന്നലെ വരുമ്പോ എന്നെ വിളിച്ചിട്ട് വരുമ്പോ ഞാൻ ഓൾറെഡി ഡ്യൂട്ടിയിലാണ്. പക്ഷെ സാറ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ വൈഫിന്റെ കൈ കൊടുക്കണം ആ ഒരു ഗിഫ്റ്റ് വൗച്ചർ. അത് ഞാൻ സാധാരണ പോകുമ്പോൾ വൈഫിനെ കൂട്ടാറില്ല. ഇന്നലെ രാവിലെ വൈഫിന് മെഡിക്കലിന് വേണ്ടി കൂട്ടി പോയപ്പോ കറക്റ്റ് സമയത്ത് സാർ വിളിക്കുന്നത്. അപ്പൊ ഞാനത് ഇന്ന് ക്ലാസ്സിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ സാറ് പറയുകയാണ്, ആവാഹിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നത് കൃത്യമായിട്ട് നടക്കുന്നു. സാർ എന്താഗ്രഹിക്കുന്നതാണ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോകും. ഞാൻ അത്രയേറെ സാറ് സ്നേഹിക്കുന്നുണ്ട്. പറഞ്ഞു വന്നതുപോലെ ഇതാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മളെ വേറെ കാണിച്ചു തരുന്ന ഒരാൾ മുമ്പിൽ ഉണ്ടാവും. അത് നമ്മളെ കൂടി ചേർത്ത് പിടിച്ചേച്ചാൽ മാത്രമല്ല. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഞാൻ മോളിക്ക് എല്ലാവരും മോളുണ്ട്. ഞാൻ മോള് കയറി കഴിഞ്ഞാൽ ജഗബോ അതോട് പുറത്ത് നിന്നിട്ടാണ് സംസാരിച്ചത്. അല്ല ഞങ്ങള് ഒരു വാർത്ത അടിയനും പറയാനുണ്ട്. ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോ. ജലീലെ, ഇതിനകത്ത് ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. ഞാൻ പറഞ്ഞാണ്, ഞങ്ങൾ ഇവിടെ 2020 മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ വെച്ചിരുന്നു. അതില് ഞങ്ങൾ ചെയ്യുന്ന വെച്ചാല് ദേവി വന്ന് ഇങ്ങനെ സ്വർണ്ണമഴ ഇങ്ങനെ പെയ്യുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഞങ്ങൾ ആക്കിയത്. സ്വർണ്ണമഴ ഇങ്ങനെ പെയ്യുന്നതായിട്ടുള്ള അത് കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ ഞാൻ മുഴുവൻ ഗോൾഡ് കോയിൻസ് ആണ് ആയിട്ട് മേടിച്ചിരിക്കുന്നത്. നിനക്ക് വൗച്ചർ തന്നില്ലേ, അത്രയും കോയിൻസ് ആണ്, സ്വർണത്തിന്റെ ഫുൾ കോയിൻസ് ആണ്. അത് എന്താ പറയാ, ഇന്ന് ഒരു ഹാപ്പിനെസ് കൂടി ഉണ്ട്. ഒരു കോയിൻസ് കൂടി എനിക്ക് എക്സ്ട്രാ വരാൻ പോകുന്നുണ്ട് അവിടെ നിന്ന്. ഇത്രയും ആൾക്കാരെ കൂട്ടി ഇത്രയും ചെയ്ത് തന്നെ ഗോൾഡ് കോയിൻ ഒന്നും കൂടി. അത് എന്താ പറയാ, നിങ്ങൾക്കൊക്കെ ഇന്നലെ ഞാൻ നിങ്ങളുടെ മിസ്സസിന്റെ ആ മുഖഭാവം കണ്ടു. അപ്പൊ യഥാർത്ഥത്തിൽ അത് അവകാശിക്ക് അത് കിട്ടുമ്പോഴുള്ള ആ സന്തോഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ആലോചിക്കുമ്പോൾ. താങ്ക് യു വെരി മച്ച്. ചില കാര്യം മനസ്സിലായി കാണാൻ കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ജലീൽ. അജിത മാം നിങ്ങളെ ഒന്നിച്ചിരിക്കാം. അല്ല, എനിക്ക് രണ്ടാളെ കണ്ടപ്പോ വളരെ സന്തോഷം. അതുകൊണ്ട് ഒരു മിനിറ്റ് കാണുന്നില്ല. ജലീല ഇത്ര ഇന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് കയറി ഇരുന്നതാ. ജലീൽ ഇന്ന് ഉറപ്പാ വരുമെന്ന് എനിക്കറിയാമായിരുന്നു.
ജലീൽ വരാറില്ല അവിടെ, നിങ്ങളാണ് ഇവന് ജലീൽ വരുത്തിയല്ലേ. അല്ല, ബോധിധർമ്മൻ അവിടെ ഇരിക്കുമ്പോ എങ്ങനെയാണ് മറ്റുള്ളവർ അവിടെ എത്താത്തത്? ഞാൻ മുമ്പിൽ ഇരിക്കുന്നില്ലേ? ബോധിധർമ്മന്റെ രൂപം കൊണ്ടിട്ട് സാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് വരാതിരിക്കാൻ ഞങ്ങളെന്നൊന്ന് പറഞ്ഞു തന്നെ. അല്ല, ഞാന് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്നും വരേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താ? നിങ്ങൾ ഓൾറെഡി ആ പാത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ കൊണ്ട് പറയുന്നത് നിങ്ങൾ അങ്ങനെ ടൈം വേസ്റ്റ് ആക്കാനില്ല എന്നുള്ളതാണ്. നിങ്ങൾ യു മൂവ് ഓൺ, ഡോണ്ട് സ്റ്റിക്ക് വൺ പ്ലേസ്, മൂവ് ഓൺ. അല്ല സത്യം പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ കയറുന്നില്ലെങ്കിലും ഡെയിലി ആ സ്പീച്ച് പാഠപുസ്തകം നടത്താറുണ്ട്. ഒന്നുകൂടി പറയാം. When you are in a road, you should not stay in the waiting shed. You should keep on moving. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ മുമ്പേ എന്റെ കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ട്രാക്കിലായി കഴിഞ്ഞു. പക്ഷെ യു ഡോണ്ട് സ്റ്റോപ്പ് സംവെയർ, ഡു യുവർ റിച്വൽ, കീപ് മൂവിംഗ് ഓൺ. കാരണം ഇവിടെ നമ്മളടുത്ത് ചെയ്യുന്ന നമ്മൾ വീണ്ടും ആൾക്കാരെ പാകപ്പെടുത്തി കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് കേട്ട് തന്നെയായിരിക്കും കേൾക്കുന്നത്. അതിനേക്കാൾ നല്ല ലേൺ ദ ന്യൂ തിങ്സ് ആർ കേൾക്കുന്നത്. ഞാൻ ജലീലോട് പലവട്ടം പറഞ്ഞാണ്, ജലീലെ നിർത്തേണ്ട സമയം അതേ ഡയലോഗ് എല്ലാ ദിവസവും പറയരുത്, മാറ്റണം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഒരെണ്ണം നമ്മൾ പഠിച്ച് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ മാത്രമേ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റില്ല. അവിടേക്ക് പോകും. യാത്ര വലുതാണ്. ബോധിധർമ്മം എന്ന് വിളിച്ചാൽ സന്തോഷം. നമ്മളല്ലെങ്കിൽ ബോധിധർമ്മന്റെ പാദത്തിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് തൊഴുവാറുണ്ട് ഞാന്. അപ്പൊ തീർച്ചയായും ഞാൻ പറഞ്ഞ സന്തോഷത്തോടെ സ്നേഹത്തോടെ പറഞ്ഞ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട യാത്രയാണ്. എന്നെ ഇതിലും മേക്കേക്ക് കൊണ്ടുവച്ചു. താങ്ക് യു. ഒരു തർക്കമില്ല. എനിക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, എവിടെ എനിക്ക് ഇരിക്കണമെന്ന് നല്ല കാഴ്ചപ്പാട്. ഒരു കടുകുമണി മാത്രമാണ് ഞാൻ. നിങ്ങൾ ഒരു വടവൃക്ഷമാണ്. ഈ വടവൃക്ഷം ജലീല ഒന്ന് പറഞ്ഞു കൊടുക്കണോ? താനെ ഇവിടെ നിന്നിട്ട് കളിക്കാതെ. ഒരു കടുകുമണിയായ ഞാൻ ഒരു വടവൃക്ഷത്തിന്റെ ചോട്ടില് ആ തണലും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ്. കടുകണി വിത്താണെന്ന് കരുതി, വിത്താണെന്ന് നമുക്ക് തൽക്കാലം അറിയാം. വിത്തിൽ നിന്നാണ് വടവൃക്ഷം ഉണ്ടാവുന്നത്. അവിടെയാണത്. കാരണം ഒരു വിത്തിനകത്ത് ഇരുന്ന് ഞാൻ ശ്വാസം മുട്ടുകയാണ്. ഇപ്പോഴും മുളച്ചിട്ടില്ല. പ്ലീസ്. ഞാൻ എഴുതിയൊരു കവിതയുണ്ട്. വിത്തിന്റെ ഒരു മാനസികാവസ്ഥയെ പറ്റി അറിയണം. എത്ര പ്രതീക്ഷയോടെയാണ് അത് അവിടെ ഇരിക്കുന്നത്. ഇത്രയും വലിയ വൃക്ഷമാകുമ്പോഴും അഹങ്കാരമോ അഹംബോധമോ അല്ലെങ്കിൽ മറ്റും ഇല്ലാതെ അതിനകത്ത് ഒതുങ്ങിക്കൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ മാനസികാവസ്ഥ എത്ര വലുതായിരിക്കും അറിയില്ല. താങ്ക് യു വെരി മച്ച്. അഹംബോധത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നത്. കാരണം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മിഥ്യാധാരണകളൊക്കെ ഒഴിവാക്കി സത്യം ഗ്രഹിച്ചിടുന്ന കർമ്മത്തിൻ പാതയിൽ എത്തും ഞാൻ ഒരിക്കലും, അറിയാതെത്തുകില്ല എവിടെയും, അറിഞ്ഞു ഞാൻ മരിച്ചു വീഴുന്ന നേരത്തും കർമ്മം എന്തെന്ന് അറിയിപ്പിക്കുവാനായി. ഇത് എന്റെ ധർമ്മമാണ് അല്ലെ? അവിടെയാണ് കഥ. അറിഞ്ഞു ഞാൻ, അറിയിപ്പിച്ചിടും ഞാൻ. അതത്രയല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ബോധിധർമ്മൻ വടവൃക്ഷം പോലെ വളർന്നു നിൽക്കുമ്പം കടുക് ഇപ്പോഴും ഇരുന്നിട്ട് വിങ്ങി പൊട്ടുകയാണ്. എനിക്ക് എങ്ങനെയൊന്ന് മുളയ്ക്കാനാവുമെന്ന്. ആ മുളയിലേക്കാണ് ഞാൻ. കടുക് വിങ്ങി പൊട്ടുകയല്ല ചെയ്യുന്നത്, കടുക് നൽകുന്ന ശുഭാപ്തി വിശ്വാസമാണ്. എനിക്കിപ്പോ ഈ വടവൃക്ഷമല്ലേ അത് പറയുന്നത്. തണലേകി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കുന്നുണ്ട്. വല്ലാത്ത ഒരു എന്താ പറയാ അഭൗമമായ ചൈതന്യമാണ് അങ്ങക്കുള്ളത്. ആ ചൈതന്യത്തിന്റെ അതായത് നമ്മൾ പറയത്തില്ലേ, എത്ര ദൂരത്തിലിരുന്നാലും ഈ പ്രകാശം നമ്മളിലേക്ക് എത്തുമെന്ന്. അത് ഞാൻ സാറിലൂടെ എന്ന് ഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് ശരിക്കും എന്റെ തിരുനെറ്റിയിലാണെന്ന് ഞാൻ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണത്. ബിക്കോസ് നിങ്ങളുടെ മുഖത്തോട്ടൊന്ന് നോക്കുക വേണ്ട, വെറുതെ ഒന്ന് ആ തിരുനെറ്റിയിൽ ആ ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ ഞാനൊന്ന് അവിടുന്ന് എനിക്ക് കിട്ടുന്ന പ്രകാശം ഐ നോ വെരി വെൽ. ഞാൻ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണത്, അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണത്. ത്രിലോകങ്ങളിലും നിങ്ങൾ ഇനിയും വാഴ്ത്തപ്പെടേണ്ടിയിരിക്കുന്നുണ്ട്. ബോധിധർമ്മൻ എന്ന് വെറുതെ അല്ല സാറേ നിങ്ങളെ വിളിച്ചത്. ബോധം എന്താണെന്ന് അകത്തുനിന്ന് മനസ്സിലാക്കിയ ധർമ്മത്തിന്റെ പര്യായങ്ങളൊക്കെയും ഒരു മുത്തുപോലെ ഒരു മാല പോലെ കോർത്ത് നിങ്ങൾ ഞങ്ങളിലേക്ക് എത്തുമ്പം ഞങ്ങൾക്കൊക്കെ എത്രമാത്രം, ഞങ്ങളുടെയൊക്കെ കഴുത്തുകളിലല്ലത് വീഴുന്നത്, ഹൃദയത്തിലേക്കാണ്. ആഴത്തിൽ പതിക്കുന്ന അക്ഷരങ്ങൾക്ക് അമരത്വം ഉണ്ട് സാറേ. ആ അമരത്വത്തിലാണ് ഞാനൊക്കെ ഇന്ന് ഇരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. സമയമെടുത്ത് ഞാൻ വെറുതെ കളയുന്നില്ല. ഇങ്ങനെ ഒരു ബോധിധർമ്മനെ ഇടയ്ക്കിടയ്ക്ക് കാണുക എന്നുള്ളതാണ് എന്റെ ഭാഗ്യം. ജലീല ആ കാലത്ത് തന്നെ പിടിച്ചോ, നീ വിട്ടോടരുത്. ഒരിക്കലുമില്ല മാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇതായി നിൽക്കുക. ഞാൻ അജിതാമെന്ന് തീരെ പ്രതീക്ഷിച്ചു. ഞാൻ വളരെ റയർ കേസിലെ ക്ലാസ് കയറുന്നു. ഞാൻ കയറിയിരുന്നു. ഇന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുന്നിട്ട് അനീഷ് എന്നോട് പറഞ്ഞു നമുക്ക് ക്ലാസ്സിൽ കയറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തു, തീർച്ചയായിട്ടും ജലീൽ അവിടെ ഉണ്ടാവണമെന്ന്. ബട്ട് യു ആർ ദേർ.
ഓക്കെ ബൈ. എന്നെ നിങ്ങൾ എല്ലാവരും കൂടി വികാരഭരിതനാക്കിയതല്ല. അധികം അഭിയേച്ചി അല്ലല്ല അല്ലല്ല തുടക്കത്തിൽ എന്നെ ഞാനൊരു കടമ്പടിയാണെങ്കിൽ സാറൊരു പടവൃക്ഷമാണ് അല്ലെ? പടർന്ന് കയറാൻ ഞങ്ങൾക്ക് തണല് നൽകി നിങ്ങൾ നിൽക്കുമ്പം ഒട്ടും ഭയമില്ല. ഇപ്പോഴും അല്ലെ? ദൈവമാകുന്ന ആ തണലിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സസ്യം മാത്രമാണ്. അത്രേ ഉള്ളൂ. അതാണ് ആത്മാവിന്റെ പരിക്രമണം നിങ്ങളിലൊക്കെയും എത്തിച്ചു തരുമ്പം നിങ്ങളിലൂടെ ഞാനും അറിയുന്നു ഒരു അംശം മാത്രം. താങ്ക് യു വെരി മച്ച്. സാറേ ശാലിനി ഹാപ്പി ന്യൂസ് ഉണ്ട്. പറഞ്ഞോ. ശാലിനി പറയട്ടെ? ശാലിനി പറഞ്ഞോ. ശാലിനിയുടെ ഹാപ്പി ന്യൂസ് കേൾക്കുന്നില്ല കുറച്ച് ദിവസമായിട്ട്. ക്ലാസ് കയറാൻ പറ്റേട്ടാ സാറേ, തിരക്കായിട്ടേ. പിന്നെ ഇന്നലെ രാത്രി ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു 30,000 ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി തന്ന്. മറ്റേ കല്ല് വെച്ചിട്ട് അഫർമേഷൻ പറയാൻ പറയല്ലേ സാറ്, അത് ഞാൻ ഇപ്പൊ 2-3 ദിവസമായിട്ട് രാത്രി ചെയ്യലുണ്ട്. പിന്നെ എന്റെ 7 ചക്രയുടെ അല്ലേ, അത് വാട്സപ്പിൽ നിന്ന് പോയി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല സാറേ. അത് എനിക്ക് രണ്ടാമത് ഇട്ട് തരാൻ പറ്റുമോ? അതല്ലേ. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഒരു കാര്യം സാറേ, ഒന്ന് സാറ് പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരാൾ മരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് അവരാവാതിരിക്കട്ടെ. പക്ഷെ ഞാൻ ഫോണൊന്നും നോക്കിയില്ല. ഇന്ന് രാത്രി ഫോൺ നോക്കിയപ്പോ ഞാൻ വിചാരിച്ച ആളെ ഫോട്ടോ തന്നെയാ വന്ന് മരിച്ചത്. അപ്പൊ സാറ് പറഞ്ഞിടത്ത് എന്താ ആണോന്ന് അറിയാൻ വേണ്ടിട്ട്. ആരാ മരിച്ചൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ആ വഴിയാന്ന് കേട്ടപ്പോ ഞാൻ മനസ്സിൽ വെറുതെ ഒന്ന് ഓർത്തു പോയത് അവരായിരിക്കരുതേന്ന്. പക്ഷെ രാത്രി വാട്സപ്പ് നോക്കിയപ്പോ അവര് തന്നെയാ മരിച്ചത്. സാറേ സാറിന് എപ്പോഴും ഓർക്കലുണ്ട്. എന്നും ക്ലാസ്സിലൊന്നും കയറാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാട്ടോ. എന്നും കുറേശ്ശെ പൈസ എന്തെങ്കിലും വകയിൽ എനിക്കിപ്പം കിട്ടുന്നുണ്ട്. വീട് പണിയൊക്കെ ആയിട്ടേ ഓരോരുത്തർ കൊടുക്കേണ്ടതാണെങ്കിൽ ഒരു സഹായമായിട്ട് വരുന്നുണ്ട്. താങ്ക് യു സാർ. നമ്മുടെ ഒരു അഡ്മിൻ ഒരാള് വോയിസ് മെസ്സേജ് അവർക്ക് അയച്ചതൊന്നും എനിക്ക് ക്ലിയർ ആയില്ല. അവരുടെ പേര് ഞാൻ മറന്നു. സാറേ ഞാൻ പറഞ്ഞോട്ടെ? ഞാനുണ്ട് സാറേ. എനിക്ക് സാറിന് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? പേഴ്സണലായിട്ട് സംസാരിക്കാൻ ടൈം എടുത്തോളൂ. അഡ്മിൻ വിളിച്ചിട്ട് ഈ ആഴ്ചയില്ല, അടുത്ത ആഴ്ച ഉള്ളൂ കേട്ടോ. നിങ്ങളാണോ നിങ്ങളാണോ വോയിസ് മെസ്സേജ് അയച്ചത്? എന്താ സാറേ? നിങ്ങളല്ലല്ലോ വോയിസ് മെസ്സേജ് അയച്ചത്? അല്ല. അവര് പറഞ്ഞത് പ്രസീദ്, അവർ അയച്ച വോയിസ് ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തിട്ടില്ല. ഒന്ന് ചോദിച്ചേക്കണേ. ഞാൻ അവരോട് തിരിച്ചങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് വായിച്ചത്, നിങ്ങൾ എഴുതിയെന്ന് എനിക്കൊന്നും വോയിസ് നിങ്ങളുടെ വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റില്ല. വളരെ ലോ വോയിസ് ആയിരുന്നു. ഒന്നും മനസ്സിലായില്ല. ഇപ്പോഴാണ് എനിക്ക് വീണ്ടും ഓർമ്മ വന്നത് കേട്ടോ. അത് പേര് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരോടും താങ്ക് യു. പ്രാക്ടീസ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ആദ്യം താങ്ക് യു.